കേരളം ഏതാണ്ട് 95% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളും ആ പാതയിൽ സഞ്ചരിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. 30-35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു അനന്ത സാധ്യത മനസ്സിലാക്കി ഇതിലേക്ക് ഇറങ്ങി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ പലരും ആ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഇന്നും ഇതിലുണ്ടെന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ സർവീസും ആണ് മെയിനായിട്ട് നമ്മളുടെ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ മേഖലയിൽ ഇത്രയും വർഷം നമ്മൾ പിടിച്ചു നിന്ന് നമ്മൾ ഇന്നും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വിജയം കൈവരിച്ചു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഈ ഒരു സംഘടന തുടങ്ങിയിട്ട് 20 വർഷങ്ങൾ ആയിട്ടുണ്ട്. അതിലെ 19ാമത്തെ ആനുവൽ ജനറൽ ബോഡിയാണ് ഇവിടെ നടക്കുന്നത്. അതിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടോഷി പി മാത്യു, എറണാകുളം ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ ഇതിനെ അസോസിയേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ സ്റ്റേറ്റ് പ്രസിഡന്റ് ഹരീഷ് കുമാർ സാറാണ്. നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ വളരെ താറുമാറായി കിടന്നിരുന്നതിനെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നതിൽ വളരെയധികം ശ്രമങ്ങൾ നടത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പേരിൽ ഈ AGM-ലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ദിലീപ് ബാബു, അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്റ്റേറ്റ് ട്രഷറർ മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ ഫ്രം പാലക്കാട് നിന്നുള്ളതാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് ലെവലിൽ പിന്നെ വരുന്നത് കംപ്ലയിൻറ്റ് സെൽ ചെയർമാനാണ് ഞങ്ങളുടെ സിറീഖ് സാറാണ്. മഹേഷായിരുന്നു ഇത്രയും നാൾ ചെയ്തിരുന്നത്. മഹേഷ് നമ്മളുടെ തന്നെ സൊസൈറ്റിയിലേക്ക് പോയതുകൊണ്ട് ആ വേക്കൻസിയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് സിറീഖ് സാറിനെയാണ്. അദ്ദേഹത്തെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് PIRO മിസ്റ്റർ സുരേഷ് ബാബു സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. സ്റ്റേറ്റ് വെണ്ടർ മാനേജ്മെൻറ്റ് മിസ്റ്റർ ഫിലിപ്പ് മാത്യു, അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾ കൂടുതൽ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ കമ്മിറ്റിയിൽ വർക്ക് ചെയ്താണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് അക്കൗണ്ട്സ് ശ്രീ മിസ്റ്റർ രാജേഷ് രാമകൃഷ്ണൻ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് സോണൽ പ്രസിഡന്റ്മാരായ മുഹമ്മദ് മുസ്തഫ, അദ്ദേഹം എത്തിയിട്ടില്ലാന്ന് എനിക്ക് താങ്ക് യു. മിസ്റ്റർ ശൈലേഷ്, രണ്ടുപേരെയും AGM എറണാകുളം കമ്മിറ്റിയുടെ AGM 25ലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എടുത്തു പറയാനായിട്ട് നമ്മളുടെ തന്നെ പാനലിൽ ജയിച്ചിട്ട് നമ്മളുടെ KDDA-CS-ൻ്റെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് രവികൃഷ്ണൻ, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക്. പിന്നെ ഫെയ്റ്റ ഇവിടെ നിന്നൊക്കെ പോയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ ലിജു പി രാജു, സീനിയർ വൈസ് പ്രസിഡൻറ്റ് ഫൈറ്റ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മറ്റു ജില്ലകൾ ആയ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോട്ടയം, കാസർഗോഡ്, ഈ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ ഒരുമിച്ച്, കാരണം കുറച്ച് സമയം എനിക്ക് തന്നിട്ടുള്ളൂ, എല്ലാവരും കൂടി ഒരുമിച്ച് ഞാൻ AGM 25ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ എല്ലാ അവസരത്തിലും നമ്മളുടെ ഈ ഒരു AGM നടക്കുകയാണെങ്കിൽ പഴയ കുറേ കാലങ്ങളായിട്ട് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തു വരുന്നതാണ് HP-യിലെ സിനേഷ് സാർ, നെറ്റു, മറ്റു HP-യുടെ എല്ലാ ഓഫീസേഴ്സിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഗോൾഡ് സ്പോൺസർമാരായിട്ട് നമുക്ക് 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത്, ഫിംഗേഴ്സ് ആൻഡ് ടെക്നിക് ഹൈബ്രിഡ്. കഴിഞ്ഞ വർഷം വരെ നമ്മളുടെ കൂടെ ഒപ്പം നമ്മളുടെ ഇവിടെ ഇരുന്നിട്ട് ഈ വേദിയിലേക്ക് നമ്മൾ പങ്കിട്ട ആളാണ്. അദ്ദേഹം ഇപ്പം നമ്മളൊരു സ്പോൺസറായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നു. ഫിംഗേഴ്സിന് എല്ലാവർക്കും അറിയുന്നതാണ് രാജു സാറൊക്കെ, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് കൂടാതെ മറ്റ് കമ്പനിക്കാരായ, ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം, കാനോൺ, ലൂമിനസ്, ഹെൻകോക്ക്,
പെർഫെക്റ്റ് ലേബൽസ്, ഹമ, TVSE, സെബ്രോണിക്സ്, ടാലി, MSI, ആൽവ ബിസിനസ് കോർപ്പറേഷൻ, ലാബ് കെയർ, എപ്സൺ, ബ്രദർ, സുരാജ് ഇൻഫോകോം, EVM എന്നിവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇതൊന്നുമില്ലാതെ ഏറ്റവും കൂടുതൽ നിങ്ങളില്ലെങ്കിൽ ഈ പരിപാടിയില്ല എന്ന് പറയുന്ന പോലെ മെമ്പേഴ്സ്, നിങ്ങളാണ് ഞങ്ങളുടെ ഇതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. എല്ലാ മെമ്പേഴ്സിനെയും, എല്ലായിടത്തു നിന്നും, നമ്മുടെ പല മേഖലയിൽ നിന്നും ഇരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട AKTDയുടെ അംഗങ്ങളെ, എൻ്റെ കൂട്ടുകാരെ, ഈ സംഘടന തുടങ്ങിയ കാലം മുതൽ ഈ സംഘടനയുടെ കൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാനും. ഒരു സദസ്സിലോ സ്റ്റേജിലോ കയറിയൊന്നും പ്രസംഗിച്ച് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സംഘടനയുടെ കൂടെ വന്നിട്ടാണ് നേതൃപാഠവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജില്ലാ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള വ്യക്തി. 6 വർഷം നേരത്തെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 2 വർഷം വീണ്ടും ഈ ടേമിലേക്ക് വന്നു. വളരെയധികം സന്തോഷം. ഇന്ന് ഞാൻ പടിയിറങ്ങുകയാണ്. പുതിയൊരു ആളുടെ കയ്യിലേക്ക് നമ്മുടെ ബാറ്റൺ കൊടുക്കും. പക്ഷേ ഈ പ്രസ്ഥാനം എന്നും മുമ്പോട്ട് തന്നെ പോകും. ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസ്, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ആവശ്യങ്ങളും നമ്മുടെ IT ഡീലർമാരുടെ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യവും. വലിയ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഒരു ചെവി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്വന്തം ബിസിനസ്സിനൊപ്പം തന്നെ നിങ്ങളുടെയും കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ടും സഹായിക്കാനായിട്ടും ഒരു കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ഇതുപോലെ തന്നെ ഒരു കോർഡിനേറ്ററും ജില്ലാ എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് പ്രസിഡൻറ്റ് വരെ ആകാം. അതിലേറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡൻറ്റ് ശ്രീ ഹരീഷ് സാർ. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. ബിസിനസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കത് ഞാൻ പഠിപ്പിച്ചൊന്നും തരേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും കാണുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കൂടെ നമ്മുടെ സംഘടനയിൽ മെമ്പറായിരിക്കുന്നവരെ, നമ്മുടെ കൂടെയുള്ള IT ഡീലർമാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ പ്രാവശ്യവും നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇതിലും കുറച്ചൊരു കൊട്ടേഷൻ വേറെ ആരെങ്കിലും കൊടുത്തെങ്കിലോ എന്നുള്ളതായിരിക്കാം നമ്മുടെ ഭയം. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളുടെ സർവീസിൻ്റെ ക്വാളിറ്റിയും ആ ക്വാണ്ടിറ്റിയും നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ IT ബിസിനസ്സിൽ സർവീസിൽ ഒരു റിലയബിളായിട്ടുള്ള സർവീസ് പ്രൊവൈഡർ വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇടക്കാലത്ത് കുറേ പേരുണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയും ഒരു മൊബൈലും ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും കയറി വന്നൊരു ഫ്രീലാൻസർ ആകാമായിരുന്നു. ഇന്ന് ഫ്രീലാൻസേഴ്സിനേക്കാളും കൂടുതൽ ഫ്രീലാൻസേഴ്സ് കുറവാണ് സത്യം പറഞ്ഞാൽ. കുറേ പേര് ഈ ഒരു ഫീൽഡ് വിട്ടു പോയി കഴിഞ്ഞു. ഇപ്പം വീണ്ടും നമ്മുടെ ഒരു തിരിച്ചുവരവ് നമ്മുടെ ഒരു നല്ല സമയമാണ്. നല്ലൊരു ബിസിനസ് മോഡൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നും നമ്മൾക്ക് നല്ലൊരു ബിസിനസ് കിട്ടും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ വഴി വന്ന വഴിക്ക് മെട്രോ വഴിയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടു കാണും. മെട്രോയിലൊരു പരസ്യം ഇപ്പോൾ കിടക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ലാപ്ടോപ്പും ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾ ലാപ്ടോപ്പും മൊബൈൽ ഫോണും മേടിച്ചാൽ
ആ മൊബൈൽ ലാപ്ടോപ്പിൻ്റെയും ഗ്ലാസ് പൊട്ടിയാൽ അതവർ ഫ്രീ ആയിട്ട് മാറി തരുമെന്നാണ് ആ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വേറെ ഒരു മൊബൈൽ കടക്കാരനും പേടിച്ചില്ല. ഞാൻ ആ മൊബൈൽ കടക്കാരോട് ചോദിച്ചു, നിങ്ങൾ ആ അഡ്വർടൈസ്മെൻറ്റ്, ഞങ്ങളൊക്കെ ആണെങ്കിൽ പേടിച്ചു പോയേനെ. കാരണം നമ്മുടെ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മേടിച്ചിട്ട് ആ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് വളരെ സിമ്പിളാണ്, നമ്മളിതിനകത്തൊരു വാറൻറ്റി ഇൻഷുറൻസ് വേറൊരു തേർഡ് പാർട്ടീനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അവർ അത് ചെയ്തോളും, നമുക്കതിന് പ്രശ്നമൊന്നുമില്ല, ആ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മളവിടെ മേടിച്ചാൽ മതി. അതുപോലെ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഈ ഫീൽഡിലുണ്ട്. ഫൈനാൻസ് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ HSBC ആയിട്ട് ചേർന്ന് നമ്മളൊരു ഫൈനാൻസിൻ്റെ ഇത് കൊടുത്തിരുന്നു. പക്ഷേ ഷോറൂം ഉള്ളവർക്ക് മാത്രമേ അവരത് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹോസ്പിറ്റലുകളുമായിട്ട് ടൈപ്പായിട്ട് നമ്മുടെ മെമ്പർമാർക്ക് അവരെ ചികിത്സാ സഹായം, വളരെ ചെറിയ ലെവലിൽ ചികിത്സാ സഹായം ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ കൊണ്ടുവന്ന പ്രൊജക്റ്റിൽ ഏറ്റവും വലുത് പ്രൊജക്റ്റ് എനേബിൾമെൻ്റ് ആയിരുന്നു. മെമ്പർമാരെ ഓരോ വിഷയങ്ങളിൽ ഓരോ മാസം ഒരു വിഷയമെടുത്തിട്ട് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചെടുക്കുക. അവർക്ക് ആ ഒരു ട്രെയിനിങ്, ഇപ്പോൾ നമ്മൾ ടാലിയുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്, ജെമ്മിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഓരോ പല ട്രെയിനിങ്ങുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മളെ എനേബിൾഡ് ആയിരിക്കുക. ഇതിലെത്ര പേർക്ക് എഴുന്നേറ്റ് നിന്ന് ഇന്നത്തെ ഒരു പ്രോസസ്സറിൻ്റെ സ്പെക്കോ അതിൻ്റെ മദർ ബോർഡ് ഏതാണെന്നോ അതിന് ഏത് റാമാണ് പാകമാണെന്നോ നമുക്ക് പറയാൻ പറ്റണം. നമ്മുടെ എംപ്ലോയീസിനെ അല്ലാതെ ഏൽപ്പിക്കേണ്ടത്. ഒരു ഓണർ എന്നുള്ള രീതിയിൽ നമ്മളെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് വിശ്വസിക്കുന്നത്. നമ്മുടെ സ്റ്റാഫിനെ അവരെ വിശ്വസിക്കാൻ ഏൽപ്പിച്ചാൽ വലിയ താമസം കൂടാണ്ട് ആ സ്റ്റാഫ് നമ്മളെ വിട്ട് സ്വന്തമായിട്ട് തുടങ്ങും. അത് നമ്മുടെ ഒരു ഫാക്റ്റാണ്. അതൊരു തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കണം. ഒരു ആൾ വിളിച്ചിട്ട് ഒരു പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ, ആ കോൺഫിഡൻസ് നമ്മുടെ വാക്കുകളിലുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ വിട്ടു പോവില്ല. 10,000 1000 രൂപ എക്സ്ട്രാ വേറൊരാൾ കുറച്ച് പറഞ്ഞാലും ആ കസ്റ്റമർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ നിസ്സാരം ചെറിയ ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ കെയർ ചെയ്താൽ ആ കസ്റ്റമേഴ്സ് നിങ്ങളെ കെയർ ചെയ്യും. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ മാത്രം മതി. ബാക്കി ഈ കഴിഞ്ഞ 2 കൊല്ലം എന്താണ് ഞങ്ങളുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ചെയ്തതെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സെക്രട്ടറിയുടെ റിപ്പോർട്ട്സിലുണ്ട്, നമ്മുടെ ഫൈനാൻഷ്യൽ നില നമ്മുടെ ട്രഷററുടെ റിപ്പോർട്ട്സിലുണ്ട്. നമ്മൾ സ്നേഹസ്പർശം, നമ്മൾ ഒരു നമ്മുടെ കൂടെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം AKTDയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസിന് തുല്യമാണ്. ഒരാൾക്കൊരു അപകടം പറ്റിയാൽ, ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അയാളുടെ കൂടെ ഈ സംഘടന നിൽക്കും. കണ്ണൂർ തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ ആ ആൾക്ക് വേണ്ടി നിൽക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിൽ സ്നേഹസ്പർശം ഫണ്ടിലേക്ക് ഏറ്റവും അധികം ഫണ്ട് സംഭാവന ചെയ്തിട്ടുള്ളത് ഈ നമ്മുടെ എറണാകുളം ജില്ലയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്നേഹസ്പർശത്തിൻ്റെ ചെയർമാൻ പറയും. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നന്ദി. ഈ ഒരു അവസരത്തിൽ ഈ ഒരു മീറ്റിങ്ങിൽ ഹാളിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന ഈ ഒരു സമ്മേളനം വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ മെമ്പർമാരോടും ഞങ്ങളെ സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ സ്പോൺസേഴ്സിനോടും വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് തോഷി മാത്യു, നമ്മുടെ മുഖ്യാതിഥി ഹരീഷ് കുമാർ സാർ, മറ്റ് സ്റ്റേറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട അംഗങ്ങളെ, 2023-25 2 വർഷത്തെ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2023 ഓഗസ്റ്റ് മാസം 18-ാം തീയതി എറണാകുളം ജില്ലയിൽ നടത്തിയ ഓൺലൈൻ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ചായിരുന്നു 2023-25 കാലയളവിലേക്കുള്ള ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ഹരീഷ് കുമാർ വരണാധികാരിയും സ്റ്റേറ്റ് സോൺ സെക്രട്ടറി ശ്രീ ലൈജു ജോസഫ് സഹവരണാധികാരിയുമായിരുന്നു. ശ്രീ ഫിലിപ്പ് മാത്യു പ്രസിഡൻ്റായി നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2023-25 പുതിയ പ്രസിഡൻ്റായി ശ്രീ തോഷി മാത്യുവിൻ്റെ പേര് നിർദ്ദേശിച്ചു. മറ്റ് നാമനിർദ്ദേശങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ശ്രീ തോഷി പി മാത്യുവിനെ ജില്ലാ പ്രസിഡൻ്റായി സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ഹരീഷ് കുമാർ പ്രഖ്യാപിച്ചു. ശ്രീ തോഷി പി മാത്യു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി ശ്രീ നവാസ് ടി ബക്കറിനെയും ട്രഷറർ ശ്രീ സുഭാഷ് സദാശിവനെയും സ്നേഹസ്പർശം കോർഡിനേറ്ററായി ആൻ്റണി ടി.എ. കംപ്ലയിൻറ്റ് സെൻറ്റർ ചെയർമാനായി സിറിയക് സാറിനെയും നിർദ്ദേശിച്ചു. 2023 ഡിസംബർ 9-ാം തീയതി
18ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇത് മെഴ്സി ഹോട്ടലിൽ വെച്ച് തന്നെ നടത്തുകയുണ്ടായി. അസോസിയേഷൻ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു യോഗമായിരുന്നു എന്ന് പങ്കെടുത്ത എല്ലാവരും അഭിപ്രായപ്പെടുകയുണ്ടായി. വൈകിട്ട് 4 മണി മുതൽ ബിസിനസ് മീറ്റും 6 മണി മുതൽ ജനറൽ ബോഡിയും നടത്തി 9 മണിയോടെ യോഗം പിരിഞ്ഞു. തുടർന്ന് വിഭവസമൃദ്ധമായ ഡിന്നർ കഴിച്ച് എല്ലാവരും മടങ്ങി. വന്ന എല്ലാ അംഗങ്ങൾക്കും സമ്മാനവും ഉണ്ടായിരുന്നു. 2025 ഒക്ടോബർ മാസം വരെയുള്ള എല്ലാ മാസങ്ങളിലും എറണാകുളം ജില്ല 28 എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുകയുണ്ടായിട്ടുണ്ട്. അതാത് മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ നിരന്തരമായ ഈ യോഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുക അസാധ്യമാണ്. ആയതിനാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ളൂ. ഞാൻ നവാസ് ടി ബക്കർ, എറണാകുളം ജില്ലാ സെക്രട്ടറി, 2025 മാസം 29-ാം തീയതി ഈ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജനറൽ ബോഡി മുമ്പാകെ സവിനയം സമർപ്പിക്കുന്നു. അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ വിട്ടുപോയതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ട് സഭയുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രൊപ്പോസ് ചെയ്യാം, ഒരാളോട് സപ്പോർട്ട് ചെയ്യാം. ശ്രീ രാജേഷ്, യെസ് സർ, സപ്പോർട്ടഡ് ബൈ അജിത്. താങ്ക് യു. അടുത്തത് അക്കൗണ്ട്സ് ബൈ ഡിസ്ട്രിക്ട് ട്രഷറർ ശ്രീ സുഭാഷ് സദാശിവൻ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഓൾ കേരള IT ഡീലേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലയുടെ 1 ഏപ്രിൽ 2024 to 31 മാർച്ച് 2025 കണക്കാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം ഇൻകം സൈഡ്. മെമ്പർഷിപ്പ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ 1,66,695. സ്റ്റേറ്റ് കമ്മിറ്റി ഷെയർ റിസീവ്ഡ് ഓൺ റെൻ്റ് ആൻഡ് എക്സ്പെൻസ് 62,195. IT ഷോപ്പി പ്രോജക്റ്റ് രജിസ്ട്രേഷൻ ചാർജസ് റിസീവ്ഡ് 33,000. ബാങ്ക് ഇൻട്രസ്റ്റ് പീപ്പിൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 25,706. ബാങ്ക് ഇൻട്രസ്റ്റ് 2,977. ഇൻകം ഫ്രോം ട്രെയിനിങ് പ്രോഗ്രാം 480. ടോട്ടൽ 2,91,053. എക്സ്പെൻസ് സൈഡ്. റെൻറ്റ് 1,20,000 രൂപ. മെമ്പർഷിപ്പ് പേയ്മെൻറ്റ് ടു സ്റ്റേറ്റ് കമ്മിറ്റി 69,464 രൂപ. സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗ് എക്സ്പെൻസ് 37,987. IT ഷോപ്പിൽ രജിസ്ട്രേഷൻ ചാർജ് പെയ്ഡ് ടു സ്റ്റേറ്റ് 33,000. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എക്സ്പെൻസ് 41,845. ഓഫീസ് മെയിൻ്റനൻസ് 14,574. ഡിസ്ട്രിക്ട് യൂണിറ്റ് മീറ്റിംഗ് എക്സ്പെൻസ് 6,768. അതർ ഡിസ്ട്രിക്ട് മീറ്റിംഗ് എക്സ്പെൻസ് 5,736. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജസ് 4,531. ടെലിഫോൺ ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3,802. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 2,668. ബാങ്ക് ചാർജസ് SBI 616. അങ്ങനെ ടോട്ടൽ 3,38,271. എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം 47,218. ക്ലോസിംഗ് ബാലൻസ് 31 മാർച്ച് 2025. ബാങ്ക് ആൻഡ് ക്യാഷ് അക്കൗണ്ട്സ്. പീപ്പിൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 2,934. പീപ്പിൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് 3,11,110. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 34,500. ഗ്രാൻഡ് ടോട്ടൽ 3,48,544. ക്യാഷ് ഇൻ ഹാൻഡ് 8,474. 27/10/2025 എക്സിക്യൂട്ടീവ് പാസ്സാക്കിയ കണക്കാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരുന്നത്. അടുത്തത് റിപ്പോർട്ട് ബൈ സ്നേഹസ്പർശം കോർഡിനേറ്റർ ശ്രീ ആന്റണി ടി. ഇന്നത്തിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷനും ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റുമായ തോഷി പി മാത്യു, ചീഫ് ഗസ്റ്റും സ്റ്റേറ്റ് പ്രസിഡൻറ്റുമായ ഹരീഷ് കുമാർ സാർ,
മറ്റ് ജില്ലകളിൽ നിന്നും വന്നിരിക്കുന്ന നേതാക്കന്മാരെ, AKTDA മെമ്പർമാരെ, എല്ലാവർക്കും നമസ്കാരം. 2023-25 കാലഘട്ടത്തിലെ സ്നേഹസ്പർശം കോർഡിനേറ്ററാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 2 വർഷ കാലഘട്ടത്തിൽ നമുക്ക് ഒരു നല്ലൊരു ഫണ്ട് സഹായം ചെയ്യുവാൻ നമുക്ക് ഈ സ്നേഹസ്പർശത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. അതിൽ ഒരു ചെറിയൊരു വിവരണം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നും ബിജു പെൻഡൽ സിസ്റ്റത്തിന് 1,32,102 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള ജോബി ജോസ്, പുള്ളിക്ക് ഒരു 6,000 രൂപ നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന്. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ ഷഫീഖിൻ്റെ ഷോപ്പ് ഒരു നല്ലൊരു തീപിടുത്തത്തിൽ നല്ലൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കളക്ട് ചെയ്ത് കൊടുത്തത്. അതിന് ഒരു 70,000 രൂപ നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ആകെ നമ്മൾ ഈ ഒരു 2 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് 2,08,102 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഓരോ ചെറിയ സംഭാവനകളും അത് ഒരു വലിയ മുതലായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും തരുന്ന ഒരു ചെറിയ എമൗണ്ട് വലിയൊരു എമൗണ്ടായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഈ കിട്ടുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കുന്ന ഒരു കേസാണത്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ ഒന്നും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല, ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ആളുകളും എന്തിനാണിത് കൊടുക്കുന്നതെന്നുള്ളൊരു മൈൻഡിൽ ആരും ഒന്നും ചെയ്യാത്ത പല അവസ്ഥകളുമുണ്ട്. നമ്മൾ 100 രൂപ ഇതിലിട്ട് കഴിഞ്ഞാൽ പോലും നമ്മളെ പല ഡീലേഴ്സും ഒന്നും പറയാതെ, ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മുടെ ഷഫീഖിൻ്റെ ഇതിലൊക്കെ മെമ്പർമാരെ അധികമൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല. വെറുതെ ഗ്രൂപ്പിൽ നിന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും നല്ല രീതിയിൽ നല്ല സംഭാവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഈ ജില്ലയിലെ ഓരോ മെമ്പർമാരും പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും കണ്ണടയ്ക്കാതെ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ, അല്ലെ വലിയ എമൗണ്ടോ ഇതൊന്നും 10,000 50,000 ഒന്നും അല്ല ചോദിക്കുന്നത്. ചെറിയ 100 രൂപയാണെങ്കിൽ പോലും അത് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ അത് കിട്ടുന്ന ആൾക്ക് അത് അനുഭവിക്കുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയും ഈ സ്നേഹസ്പർശത്തിൻ്റെ എൻ്റെ ഈ 2021-25 എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇനി അടുത്ത ആളായിരിക്കും വരുന്നത്. അവരെയും ഇതേപോലെ തന്നെ എല്ലാവരും സഹായിക്കുക, ഇത്രയും നാൾ സഹായിച്ച പോലെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം. You have to believe in yourself when no one else does. എറണാകുളം ജില്ലയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ തോഷിപ്പി മാത്യു, സ്റ്റേറ്റിൻ്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ ദിലീപ്, സ്റ്റേറ്റിൻ്റെ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ അബ്ദുൾ റഹ്മാൻ, ഓൾ കേരള IT ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രവികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ സുഹൈൽ, വൈസ് പ്രസിഡന്റ് ശ്രീ അനീഷ്, സീനിയർ വൈസ് പ്രസിഡന്റ് ഫെയ്ത്തയുടെ പ്രിയപ്പെട്ട ലിജു പി രാജു, കംപ്ലൈസൽ ചെയർമാൻ ശ്രീ പ്രിയപ്പെട്ട സെരിയക് സർ, അസൈൻഡ് സോൺ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ ഇവരുടെ പേരുകൾ പ്രത്യേകമായി പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ച് നാളുകളായി AKTDA ഇല്ലാതിരുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും അതിൻ്റെ അമരക്കാരായി എത്തിയിട്ടുള്ള വളരെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സുരേഷ് എന്നിരിക്കാമോ പ്ലീസ് സുരേഷ്. അടുത്തത് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ മാത്യു, ട്രഷറർ ശ്രീ സിജോ. നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കണം, വളരെ നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ വളരെ ശക്തമായിരുന്ന തൃശ്ശൂർ ജില്ല നമുക്കൊരു സമയത്ത് നഷ്ടപ്പെടുകയും വീണ്ടും നമുക്ക് ശക്തമായി തന്നെ ആ ജില്ല കൊണ്ടുവരാൻ സാധ്യമായത് ഇവരുടെ കരങ്ങളുടെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ജോളിച്ചേട്ടൻ എത്തിയിട്ടുണ്ടോ? വരും, ഓക്കെ. ആ ജോളിച്ചേട്ടൻ തുടങ്ങി നിങ്ങൾക്ക് ഓരോരുത്തർക്കും AKTDA സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നവാസ്,
എറണാകുളം ജില്ലയുടെ ട്രഷറായിട്ടുള്ള ശ്രീ സുഭാഷ്, ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, നമ്മുടെ ഇന്നിവിടെ ഈ മീറ്റിംഗ് വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, ഇന്നിവിടെ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ അവാർഡുകൾ വാങ്ങാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, ഫാമിലീസ് ഉണ്ടൽ, ഫാമിലി മെമ്പേഴ്സ്, ഇതിനെല്ലാം ഉപരി AKTയുടെ ശബ്ദവും നാഡിയും പ്രവർത്തന പദത്തിൽ സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട എറണാകുളം ജില്ലയുടെ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ കൂപ്പുകൈ. ഇന്നിവിടെ ഒരു വളരെ നീണ്ട ഒരു അജണ്ടയാണ് എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ സംസാരിച്ചു. മിനിമം ഒരു 25-30 മിനിറ്റെങ്കിലും കിട്ടിയാലേ എനിക്കൊരു സംസാരം, എൻ്റെ ഒരു രീതി ഫിലിപ്പോച്ചാൻ ചിരിക്കുന്നു, ആ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു രീതി പൂർണ്ണമാകും. അല്ലെങ്കിൽ തന്നെയും വളരെ ചുരുങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ല ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ജില്ലയല്ല. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് നമ്മളുടെ IT ഹബ്ബാണ്. അതോടൊപ്പം തന്നെ AKTയുടെ പ്രസ്ഥാനത്തിൻ്റെ, ഞാൻ വീണ്ടും വളരെ ശക്തിപൂർവ്വം പറയുന്നു, AKTയുടെ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലാണ് എറണാകുളം ജില്ല. ഒരു സംശയം വേണ്ട, അത് ഏത് രീതിയിലാണോ ആ രീതിയിലൊക്കെ തന്നെ. ഇന്നിവിടെ ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം മെമ്പേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഈ മീറ്റിംഗ് ഇത്ര വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ നടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ കരങ്ങളാണ്. ആ ജില്ലാ കമ്മിറ്റിക്ക് ഓരോരുത്തർക്കും പ്രസിഡന്റ് തോഷി, ജനറൽ സെക്രട്ടറി നവാസ്, അതോടൊപ്പം തന്നെ നമ്മുടെ സുഭാഷ് തുടങ്ങി നമ്മുടെ ജനറൽ സെക്രട്ടറി ദിലീപായാലും ഫിലിപ്പച്ചാനായാലും സിരേഖ് സാറ്, ആൻ്റണി സാറ്, ഡബിൾ ആൻ്റണീസ്, എല്ലാവരും വളരെ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു മികവാണ് നമുക്കിവിടെ കാണുന്നത്. അവർക്ക് എല്ലാവർക്കും സംഘടനയുടെ ഞാൻ സ്നേഹം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സംസാരിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഓൾ ഓവർ കേരള യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൾ ഓവർ കേരള നമ്മുടെ ജില്ലകളിൽ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. AKTയുടെ പ്രസ്ഥാനത്തിന് രണ്ടാം നിര നായകന്മാരുടെ ഒരു അഭാവമുണ്ട്. ഞാൻ ഒന്നുള്ള പറയുകയാണ്, രണ്ടാം നിര നായകന്മാരുടെ അഭാവം അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച് കാണുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് മാറിയേ മതിയാകൂ. കാരണം ഞാൻ മുന്നേ പറഞ്ഞു, എന്താണ് AKTയുടെ പ്രസ്ഥാനത്തിൽ എറണാകുളം ജില്ലയുടെ പ്രാതിനിധ്യം, അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ശക്തി എന്താണ്? ആ ശക്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എങ്കിൽ, ആ ശക്തിയാണ് കേരളത്തിൽ എവിടെയും പ്രതിഫലിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നേ മതിയാകൂ. ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നേ മതിയാകൂ. നമ്മൾ യൂണിറ്റുകൾ തിരിച്ചുകൊണ്ട് ഓരോ യൂണിറ്റിലും ഓരോരോ യൂണിറ്റ് കോർഡിനേറ്ററെ അല്ലെങ്കിൽ ജോയിൻറ്റ് കോർഡിനേറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ സംഘടനയുടെ ഭാഗമായി മുന്നോട്ട് കടന്നു വരണം. അത് ആരുടെ ഒരു പ്രസംഗിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു കമ്പനി ചെയ്തോ അങ്ങനല്ല. നിങ്ങൾ സ്വമേധയാ കടന്നു വരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വർത്തമാന കാലത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എപ്പോഴും ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഒരാളെ അന്വേഷിക്കുന്നുള്ളൂ. പ്രശ്നങ്ങളില്ല എങ്കിൽ നമ്മൾ അന്വേഷിക്കപ്പെടുന്നില്ല. എന്താണ് പ്രശ്നങ്ങൾ? IT ഫീൽഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പലപ്പോഴും അറിയാറില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പുറകിൽ ശക്തമായി ഈ സംഘടന നിലകൊള്ളുന്നുണ്ട് മാത്രമാണ്. അത് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സംഘടന ശക്തമായി നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കാലാവസ്ഥയിലും സ്വസ്ഥമായി ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞു തന്നെ, നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക. ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് സ്വമനസ്സാ കടന്നു വന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വീണ്ടും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്,
നമ്മളെല്ലാ വർഷവും നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ ഉയർന്ന മാർക്കുകൾ, അതായത് A+ നേടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ A1 നേടുന്ന കുട്ടികൾക്ക് നമ്മളുടെ മെമ്പേഴ്സിനെ കുട്ടികളെ അവരെ അംഗീകരിക്കാറുണ്ട്. അവർക്ക് വീണ്ടും തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് അവാർഡുകൾ കൈമാറുന്നത്. ഇന്നിവിടെ എത്ര കുട്ടികൾ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയുള്ള സമയത്തെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഇതുപോലുള്ള വേദികളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് ഈ വേദിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. സംഘടന ഇന്ന് വളരെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിലും നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് രീതിയിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പല തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് കമ്പനീസും കാര്യങ്ങളും ഉള്ള ഒരു വേദി ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്പെസിഫിക്കായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. എങ്കിൽ തന്നെയും നമ്മളുടെ യൂണിറ്റിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ബിസിനസ്സുകൾ ഉയർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ശക്തമായി ബിസിനസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് IT ഷോപ്പി. നമ്മൾ പലപ്പോഴും പല വർഷങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു IT ഷോപ്പി ഇന്ന് നമുക്ക് ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു സക്സസിൻ്റെ പാതയിലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഞാൻ കൂടുതലായി IT ഷോപ്പിയെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും എറണാകുളം ജില്ല നമുക്ക് മൊത്തത്തിൽ IT ഷോപ്പിയുടെ പിന്നിൽ അണിനിരന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമുക്ക് IT ഷോപ്പിയെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ അവസരത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. അതുമാത്രമല്ല IT ഷോപ്പിയുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയം നിവാരണത്തിന് വേണ്ടിയുള്ള ഒരുപാട് തലങ്ങൾ നമ്മുടെ സംഘടനയിലുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ IT ഷോപ്പി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കൺസെപ്റ്റിനെ നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇന്ന് ആ കാറ്റുകളെല്ലാം മാറി നമ്മളിലുണ്ടായിരുന്ന ശത്രുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വിജയമായിരുന്നു AKTD ഓൾ കേരള IT ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തിരുവനന്തപുരത്ത് നടന്ന ഇലക്ഷൻ. സംഘടന ഇന്ന് ശക്തമാണ്. സംഘടന ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ മെമ്പേഴ്സും കേൾക്കും, പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ട്രിവാൻഡ്രത്ത് നടന്നത്. ഇനി വരും കാലങ്ങളിൽ നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനായിരുന്നു, എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല. ഈ വേളയിൽ ഇവിടെ സമയം കണ്ടെത്തി പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും AKTD പ്രസ്ഥാനത്തിൻ്റെ സ്നേഹമറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ പ്രവർത്തനത്തിനും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഊർജ്ജമാണ്, ശക്തിയാണ്. ജയ് AKTD, ജയ് ഹിന്ദ്. താങ്ക് യു. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. അടുത്തത് അക്കാഡമിക് എക്സലൻസ് അവാർഡാണ്. ശ്രീ ഏബൽ മാത്യു ജോഷി, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജോഷി സാറിന്റെ മകനാണ്. ആന്റി സാറിനെ സ്വീകരിക്കുന്നു. നല്ല കൈയോടും അടുത്തത് ജിജോ പാലാട്ടി. ജിജോ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്, IT ഷോപ്പിംഗ് കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹം.
സാർ. പ്രത്യേക നന്ദി. ദിലീപ് സാറേ, മെയിൻ സ്പോൺസറല്ലേ 1 മണിക്കൂർ? കൊല്ലും. ഓക്കെ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ ഇവരൊക്കെ ഒരു സീനിയർ പ്ലേയേഴ്സാണ് ക്രിക്കറ്റിലെ. ഇവരെ ഉള്ളപ്പോഴുള്ള പ്രശ്നം എന്താ അറിയാമോ? ബാക്കിയുള്ള സെക്കൻഡ് ലെയറിന് വളർന്നു വരാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്, ടെക്നിക്കൽ പ്രശ്നമാണ്. അതാണ് ഹരീഷ് സാറിനും പറഞ്ഞത്, സെക്കൻഡ് ലെയർ വളർന്നു വരണം. ഒരിക്കലും പറ്റില്ല. എങ്ങനെ വളർന്നു വരാൻ പറ്റും? 20 വർഷമായിട്ട് ഈ തോഷിയെ, ദിലീപിനെയും മഹേഷിനെയൊക്കെ തന്നെ ഇവിടെ കാണുന്നത്. നിങ്ങളവരെ സമ്മതിക്കുന്നില്ല വളർന്നു വരാൻ. നിങ്ങൾ സമ്മതിക്കാതെ ഒരിക്കലും ഒക്കെ വളർന്നു വരാൻ പറ്റില്ല. സിറിയക് സാറ്, ആൻ്റണി, നിങ്ങൾ മാറിക്കൊടുത്താൽ അവർക്ക് വളർന്നു വരാൻ പറ്റും. അതൊരു തീരുമാനമാക്കുന്നുണ്ടോ? ഐ വാസ് ജോക്കിങ്. പിന്നെ ഒരു ജയൻ കില്ലറുണ്ട്, ലിജു, അതുക്കും മേലെ. ഐ വാസ് ജോക്കിങ്. ഓക്കെ, നിങ്ങൾ ചീഫ് സ്പോൺസറല്ല, മെയിൻ സ്പോൺസറാണ്. ഞാനിവിടെ ഭയങ്കര വലിയൊരു പ്രസൻറ്റേഷൻ നടത്താൻ പോവാണ്. അതൊന്നുമില്ല, അങ്ങനൊന്നും ഉദ്ദേശമൊന്നുമില്ല. 10, 20, 15, 18 വർഷം മുമ്പാന്ന് തോന്നുന്നല്ലേ തുടങ്ങുമ്പോൾ AKIT തുടങ്ങുന്ന ഒരുപാട് നെക്സ്റ്റ് ലെവലിൽ അസോസിയേഷൻ വളർന്നു. ഐ എം ഷുവർ. ബട്ട് ഡീലേഴ്സ് വളർന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. റിയാലിറ്റി ഞാൻ കഴിഞ്ഞ വർഷം, എല്ലാ വർഷവും ഇത് തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു കാര്യമില്ല. വീണ്ടും ഞാൻ പറയുവാണ് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങളല്ല, നമ്മൾ ആസ് എ വെണ്ടർ HP എപ്പോഴും കൂടെ കാണും. ഒരു കാര്യത്തിനും HP ഇതേവരെ ഫോർ ദ ലാസ്റ്റ് ഇടയ്ക്ക് എന്താ പറയുക, ആശയ വൈരുദ്ധ്യങ്ങളുടെ പേരിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ട്. ആശയങ്ങൾ കൊണ്ടുവരൂ. നമ്മൾ സഹായിക്കാനല്ല, പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. എപ്പോഴും. അതില്ലാതിരുന്ന കഴിഞ്ഞ 10-20 വർഷത്തിൽ ഒരു വർഷം എന്തെങ്കിലും കാണുമായിരിക്കും. അതല്ലാതെ ഞാൻ ഓൾമോസ്റ്റ് 14 ജില്ലയിലെ പറ്റുന്നിടത്തോളം, ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ കേരളത്തിലില്ല. എന്നാലും മാക്സിമം പങ്കെടുക്കാറുണ്ട്. സംഘടനയൊക്കെ നല്ലതാണ്, അതൊരു യൂണിറ്റി ഉള്ളത് നല്ലതാണ്. അത് നമ്മളുടെ എല്ലാവരുടെയും പുരോഗമനത്തിനും അല്ലെങ്കിൽ ഫോർ ദ വെൽ ബീയിങ്ങിനും നല്ലതാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ സംഘടന മാത്രമല്ല, നിങ്ങളുടെയും കൂടെ ബിസിനസ്സിന് എങ്ങനെ നല്ലതാക്കാമെന്നുള്ളൊരു ഐ ആം സീയിങ് ലൈക്ക് വാട്ട് ഒരു 5 years ബാക്ക് എന്താണോ HP എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഞങ്ങളൊരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഫ്രം എ പെൻ ഡ്രൈവ് ടു എ സെർവർ, എവറിത്തിങ് വി ആർ ഡൂയിങ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം HP-യിലുണ്ട്. അപ്പോൾ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം T3 ഡീലേഴ്സ്, അതായത് AKIT-യുടെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സ്, HP വേൾഡ് ആയാലും ലെനോവോ സ്റ്റോർ ആയാലും ഡെൽ സ്റ്റോർ ആയാലും എക്സ്ക്ലൂസീവ് സ്റ്റോഴ്സ്, RLFR, LFR ഇപ്പോൾ കേരളത്തിൽ വളരെ കുറവാണ്, 10-15 സ്റ്റോറേ ഉള്ളൂ. റിലയൻസും ക്രോമയും അങ്ങനെയുണ്ട്. ഇതിലൊക്കെ എവിടെയാണ് ഗ്രോത്ത് വരുന്നതെന്നും എവിടെയാണ് ഡീഗ്രോത്ത് വരുന്നതെന്നും വളരെ വ്യക്തമായി വർഷത്തിലൊരിക്കലല്ല, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴല്ല, ഓരോ ദിവസം കൂടുമ്പോഴും ആ ബിസിനസ് അനാലിസിസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓരോ ദിവസം കൂടുന്തോറും അത് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ബിസിനസ് അനലൈസ് ചെയ്തില്ലായിരിക്കും, പക്ഷെ ഞാൻ ചെയ്തേ പറ്റൂ. എൻ്റെ ജോലി അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഡീഗ്രോത്താണ് ഓൺ എ ഡെയിലി ബേസിസ്, നോട്ട് ഈവൻ ഓൺ എ വീക്ക്ലി ബേസിസ്. ഡീഗ്രോത്താണ്. അവിടെ എങ്ങനെ നിങ്ങൾ ആശയങ്ങൾ കൊണ്ടുവരൂ, നമ്മളുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ IT ഇൻഡസ്ട്രിയിലെ വളരെ ഭയങ്കര ഒരു ഹെവി വെയിറ്റ് അവരോട് സംസാരിച്ചു, ഇങ്ങനെ ഇൻഡസ്ട്രിയുടെ സംസാരിച്ച്. അപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചു,
സിനേഷേ, ഇംഗ്ലീഷിലാണ് സംസാരം, ഞാൻ മലയാളത്തിൽ പറയുന്നതേ ഉള്ളൂ. ഒരു 15 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഉള്ള ഏറ്റവും വലിയ ബിസിനസ് ഫോട്ടോസ്റ്റാറ്റ് കടയും മറ്റേ അതിൻ്റെ പേര് ഫോൺ ചെയ്യുന്ന STD ബൂത്തുമായിരുന്നു. 15 വർഷം മുമ്പ് ആണല്ലോ. ഇപ്പോൾ ഇവരെല്ലാം എവിടെ പോയി? ഇവരാരും ഇല്ല. ഇപ്പോൾ ഉള്ളത് DTP സെൻറ്റർ അല്ലെങ്കിൽ അതിന് മേളിലോട്ടാണ്. ഇവർക്കെല്ലാം എന്ത് പറ്റി? അവർക്ക് കാലത്തിനൊട്ട് മുന്നേറാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞൊരു മറുപടിയാണ്. അത് ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദാറ്റ് പേഴ്സൺ ബിക്കോസ് ഞാൻ ആ അഭിപ്രായത്തോട് അനുകൂലമല്ല തന്നെ നെയിം പറയാത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം സത്യമാണ്, കുറച്ച് ഭാഗം. എങ്ങനെയാണ് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഇപ്പം നമുക്കൊരു ഗ്രൂപ്പുണ്ട്, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1-2 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ ഒരു വലിയ സീരിയസ് ഡിസ്കഷൻ നടന്നു. മൊബൈൽ ആൾക്കാർക്ക് HP ലാപ്ടോപ്പ് വിൽക്കുന്നു എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി ലാപ്ടോപ്പ് വിൽക്കുന്ന ആൾക്കാരെല്ലാം മൊബൈൽ വിൽക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ വിൽക്കുന്ന ആൾക്കാർക്ക് ലാപ്ടോപ്പ് ഇല്ല. ബിക്കോസ് ദാറ്റ്സ് എ ചേഞ്ച് ഇൻ ദ മാർക്കറ്റ്. അതാണ് നമ്മളുടെ, അങ്ങനെയാണ് നമ്മൾ ന്യൂ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ ബിസിനസ് കൺസെപ്റ്റ് അഡാപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അല്ല നമ്മളിപ്പോഴും പഴയ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അത് നന്നാവില്ല എന്ന് പറയാൻ എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം 30 വർഷമായി ഞാനീ പണി തുടങ്ങിയിട്ട്. 30 വർഷമായി. അന്ന് ഞാൻ കണ്ട അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മിനിമം ഒരു 25-30 പേരിൽ ഇവിടെ ഇപ്പോഴും ഉണ്ട്, ഒരുമിച്ച് വളർന്നവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ ബിസിനസ് സിസ്റ്റം നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ എന്നാണ്, ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നല്ല പറയുന്നത്. ഞാൻ അല്ല, നിങ്ങളല്ല, നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ഡീലറുടെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇരിട്ടി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ എന്നൊരു 12 കിലോമീറ്റർ അകലെയുള്ള ഒരു വളരെ ചെറിയൊരു സ്ഥലമാണ്. വളരെ ചെറിയൊരു സ്ഥലമാണ്. അവിടെ ഒരു ഡീലറുണ്ട്, iDreams എന്ന് പറയും, രാഹുൽ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. സോറി, എറണാകുളമൊക്കെ സംബന്ധിച്ചിടത്തോളം വി ക്യാൻ നോട്ട് ഈവൻ കമ്പയർ ദ ടൗൺ. ആ പുള്ളി ഇപ്പോഴും ഒരു മാസം, ഞാൻ HP കാര്യമല്ല പറയുന്നത്, ടോട്ടൽ ഒരു 80 ലാപ്ടോപ്പ് ചെയ്യുന്നുണ്ട്. ഈസ് ജസ്റ്റ് എന്നല്ല പറഞ്ഞത്, നിങ്ങളെപ്പോലെ ഒരു ഡീലറാണ്, വേറെ ഒന്നുമില്ല, ഒരു ടയർ 3 ഡീലറാണ്. 80 ലാപ്ടോപ്പ് പുള്ളി ഒരു മാസം ചെയ്യുന്നത്. ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പ്, പിന്നെ ഒരു 2-3 ഷോപ്പ്, മറ്റൊന്നൊരു ഷോപ്പുണ്ട്, പിന്നെ ഇവിടെ 2-3 ഷോപ്പേ ഉള്ളൂ. ഹീസ് ഫോക്കസിങ് ഇൻ ദ ബിസിനസ്. ഇരിട്ടി എന്ന് പറഞ്ഞാൽ പകലും നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, പക്ഷെ അറിയാത്തൊരു സ്ഥലത്ത് ഒരാൾക്കൊരു 80 ലാപ്ടോപ്പ് ഒരു മാസം ചെയ്യാൻ പറ്റുന്നെങ്കിൽ, ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ മീറ്റിംഗ് അല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂടാ? ഞാൻ HP ചെയ്യണമെന്നല്ല പറയുന്നത്, ഐ എം ഡിസ്കസ് അബൌട്ട് ടോട്ടൽ ബിസിനസ്. അത് പറ്റാഞ്ഞിട്ടല്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾക്ക് തോന്നിയാൽ നമുക്കൊരിക്കലും പറ്റില്ല. ഇതിപ്പോഴും ഞാൻ പറയുന്നത്, എന്നേക്കാൾ ഒരുപാട് സീനിയേഴ്സ് ഇവിടെ കാണുമായിരിക്കും, എന്നേക്കാളും ജൂനിയേഴ്സും കാണുമായിരിക്കും. ബട്ട് എൻ്റെ അത്രയും ജാടയോ അഹങ്കാരമൊന്നുമല്ല. മാർക്കറ്റ് എക്സ്പീരിയൻസ് വിത്ത് ദ ഓൾ ഓവർ ഇന്ത്യ ഐ എം വിസിറ്റിംഗ്, ഐ എം ഡൂയിങ് ബിസിനസ്. അത് ലിജുവിനറിയാം, ഹരീസാനറിയാം, എല്ലാവർക്കും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, നമ്മൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കരുത്, പറ്റും. ബട്ട് അത് ഓൺലൈൻ പ്രശ്നമാണ് അല്ലെങ്കിൽ RLFR പ്രശ്നമാണ്, അങ്ങനൊന്നും ഇല്ലെന്നേ. ഈ പറയുന്ന ഇരിട്ടിയിലെ ഡീലറെ ടു ബി വെരി എക്സാക്ട് ഒരു 300 മീറ്റർ അപ്പുറത്ത് കേരളത്തിലെ 2 ബിഗസ്റ്റ് ഡീലേഴ്സിൻ്റെ ഷോറൂമുള്ളതാണ്. സ്റ്റിൽ ഹീസ് ഡൂയിങ്. അതുകൊണ്ട് നമ്മളത്, സംഘടനയൊക്കെ നല്ലതാണ്, സംഘടന വേണം. സംഘടന ഇല്ലെങ്കിൽ ഇതിനേക്കാളും പത്തറ്റിക് ആയിരിക്കും സിറ്റുവേഷൻ. സംഘടനകളിലോണ്ട് ഇത്രയെങ്കിലും നല്ലപോലെ പോകുന്നു. പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഡു. അതിനെക്കുറിച്ച് ആലോചിക്കുക. ഈ 1ാം നിര തന്നെ സ്ട്രോങ് ആണ്, 2ാം നിര വരണം. ആ സ്ട്രോങ് ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് എങ്ങനെ ബിസിനസ്സും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുമെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവണം. ബിക്കോസ് എന്ത് വന്നാലും ഈ ഇരിക്കുന്ന ഇതിൻ്റെ അകത്തുള്ള ഒരു 99% ആൾക്കാരുടെയും
വരുമാനം അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് IT ബിസിനസ്സാണ്. ഇതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് എൻ്റെയും കാശുണ്ടാക്കാൻ പറ്റൂ. ചെയ്തില്ലെങ്കിൽ മേ ബി അനദർ 2 or 3 years ഇറ്റ് വിൽ ബി ടഫ്. അതുകൊണ്ട് ഒന്നും കൂടെ ഈ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും, എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സുരേഷ് സാറിനെ കണ്ടില്ല, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടും കുറച്ചും കൂടെ ഒന്ന് എന്താണ് നമ്മുടെ ഈ സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ലതാണ്. അതല്ല, ബിസിനസ്സിന് വേണ്ടി എങ്ങനെ വെണ്ടേഴ്സിനോട് നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പുതിയ ഇത് തുടങ്ങിയിട്ടുണ്ട്, മറ്റേ ഇത് ഫർഗത്തണി IT ഷോപ്പിൽ. ഇതിനൊക്കെ വെണ്ടേഴ്സ് സഹകരിക്കും, ഇതിനെല്ലാം വെണ്ടേഴ്സ് സഹകരിക്കും. പക്ഷേ അത് കുറച്ചും കൂടെ പ്രൊയാക്റ്റീവായിട്ട് ആവണം എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നെഗറ്റീവ് പറയുമല്ല, ബുദ്ധിമുട്ടാവും. ദാറ്റ്സ് എ റിയാലിറ്റി വിച്ച് ഐ എം ഹാൻഡ്ലിങ് സോ മെനി സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി. ഐ എം ടെല്ലിങ് യു, സർവൈവലാണ്. ഞാൻ എക്സാമ്പിൾ ഒരാളുടെ പേര് പറഞ്ഞത്, കേരളത്തിലെ തന്നെ വളരെ റിമോട്ടായിട്ടൊരു സ്ഥലത്തെ ഒരാളുടെ പേരാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ഒരു 5 ലാപ്ടോപ്പിൽ ഒരു മാസം ചെയ്യാൻ പറ്റാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് ഇരിട്ടി പോലൊരു സ്ഥലത്ത് 80 ലാപ്ടോപ്പ് ഒരു മാസം ചെയ്യുന്നത്. ഞാൻ HP ലാപ്ടോപ്പിൻ്റെ കാര്യമല്ല പറഞ്ഞു, ടോട്ടൽ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു. അത് പറ്റും, പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ വി ആർ ദെയർ. നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം വിശ്വസിക്കാം, വെണ്ടേഴ്സ് നിങ്ങളുടെ അവിടെ കാണും. HP എന്തായാലും കൂടെ കാണും, ബാക്കിയാരും ഇനി കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാണും. അത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ ദ presence, whatever it may be. Thank you guys. Nitu, please. അപ്പോൾ താങ്ക് യു സുനേഷ് സാർ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും എനിക്ക് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ സ്ലൈഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ഇത് നമ്മളുടെ ടീമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. എൻ്റെ പേര് നിറ്റു എന്നാണ്. ഞാൻ കൺസ്യൂമർ ലാപ്ടോപ്പ് ASM ആണ് കേരള. ഇത് മുരളി പ്രിൻറ്റ് ASM ആണ് കേരള. അതുപോലെ നമ്മുടെ FOS ടീമിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ സുനേഷ് സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ ഇത് നമ്മളുടെ ഈ വർഷത്തെ HP-യുടെ ഒരു ട്രെൻഡാണ്, അല്ലെങ്കിൽ HP-യുടെ ഒരു ഫുട് പ്രിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ എല്ലാ മീറ്റിങ്ങിലും ഇത് പറയാറുണ്ട്. അതായത് നിയറസ്റ്റ് കോമ്പറ്റീഷനേക്കാളും 2 ഇരട്ടി മുകളിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഓഗസ്റ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് 45%, അതായത് 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 45 കസ്റ്റമർ ഇപ്പോൾ HP തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും താങ്ക്സ് പറയുകയാണ്. ഇനി മൂവിങ് ഓൺ. ഓക്കെ, HP-യുടെ പ്രൊഡക്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒംനിബുക്ക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം നടന്നിട്ടുണ്ട്. അതായത് പുതിയ സീരീസ് വന്നു, പവലിയൻ സീരീസൊക്കെ മാറി ഇപ്പോൾ പുതിയ സീരീസ് ആയിട്ടുള്ള ഒംനിബുക്ക് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ. ഒംനിബുക്കിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് AI ആണ്. അതായത് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി AI ആണ്. AI ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഒംനിബുക്കിനകത്ത് വരുന്നത്. ഒംനിബുക്കിൽ നമുക്കൊരു 4 സീരീസ് ഉണ്ട്. പക്ഷേ എൻട്രി ലെവൽ ഒരു 2 സീരീസ് മാത്രം പറഞ്ഞ് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഒംനിബുക്ക് 5ഉം ഒംനിബുക്ക് 3യും. എന്താണ് ഈ ഒംനിബുക്ക് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒംനിബുക്ക് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻട്രി ലെവൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, അവർക്കും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ AI ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ടുള്ള ലാപ്ടോപ്സാണ് ഒംനിബുക്ക് 3ഉം 5ഉം. 7 ഉണ്ട്, X ഉണ്ട്, അൾട്ര ഉണ്ട്. ഇതൊക്കെ പ്രീമിയമാണ്. എന്നാലും ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, വേൾഡിലെ തന്നെ ഏറ്റവും ബാറ്ററി ബാക്കപ്പ് ഉള്ള ലാപ്ടോപ്പ് ഇപ്പോൾ HP-യുടെ ആണ്. അത് ഒംനിബുക്ക് 5 ആണ്. ഒംനിബുക്ക് 5ൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വരുന്ന ലാപ്ടോപ്പിന് 34 hours ബാക്കപ്പ് ഉണ്ട്. ഇത് വേൾഡിലെ തന്നെ ഏറ്റവും എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് അല്ല, ഏറ്റവും ബാക്കപ്പ് ഉള്ള, എന്നാൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഒംനിബുക്ക് 5. എൻ്റെ പേര് മുരളീധരൻ. ഇത് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. ഓൾ കേരള IT ഡീലർ അസോസിയേഷൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കാരണം ഞാൻ HP-യിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 കൊല്ലത്തിന് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അധികം തീർപ്പിക്കാണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്, നന്ദിയുണ്ട് അതിന്. അപ്പോൾ പ്രിൻ്റർ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഡെസ്ക്ജെറ്റ് കാറ്റഗറി, അതായത് കാട്രിഡ്ജ് ഉള്ള കാറ്റഗറി. രണ്ടാമത് ഇങ്ക് ടാങ്ക്,
മൂന്നാമത് ലേസർ. അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈസ് കോൺഷ്യസ് ആയ കസ്റ്റമർ ഒരു വീട്ടിലേക്ക് ഒരു പ്രിൻ്റർ ചോദിച്ചു വരുമ്പോൾ അവർക്ക് നമുക്ക് ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഡെസ്ജെറ്റിൽ വരുന്ന അൾട്രാ ഇങ്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള 4929 എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇപ്പോൾ ഇതെല്ലാം ഈ സീരീസ് എല്ലാം നമ്മുടെ ഡെസ്ജെറ്റ് സീരീസിൽ വരുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്ന ഏറ്റവും ലാസ്റ്റ് കാണുന്ന 4929 എന്ന പ്രോഡക്റ്റാണ് ഞാൻ കുറച്ചും കൂടെ ഊന്നി പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 രൂപയുടെ താഴെ ഒരു കസ്റ്റമറിന് ഒരു പ്രിൻ്റർ വേണം, നല്ലൊരു പ്രിൻ്റർ വേണം, ഓൾ ഇൻ വൺ പ്രിൻ്റർ, അതായത് പ്രിൻറ്റ് സ്കാൻ കോപ്പി ആയിട്ടുള്ള ഒരു പ്രിൻ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അൾട്രാ ഇങ്ക് അഡ്വാൻറ്റേജ് 4929 എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഓൾ ഇൻ വൺ ഉണ്ട് 2876 എന്ന് പറയുന്നത്, പക്ഷേ അത് അൾട്രാ ഇങ്ക് അഡ്വാൻറ്റേജ് അല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കസ്റ്റമറിന് നമുക്കൊരു വളരെ ലോ കോസ്റ്റിൽ ഒരു 44-45 പൈസ പെർ പേജ് കോസ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് പേജ് കോസ്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ലാസ്റ്റ് കാണുന്ന അൾട്രാ ഇങ്ക് അഡ്വാൻറ്റേജ് 4929 എന്ന് പറയുന്നത്. കാറ്റഗറി വരുന്ന പ്രോഡക്റ്റ് റേഞ്ചസ് ആണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ നോൺ വൈഫൈ കാറ്റഗറിയിൽ 525 എന്ന് പറയുന്ന സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നോൺ വൈഫൈ കാറ്റഗറിയിൽ 525 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. വൈഫൈ വരുമ്പോൾ 585 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ് 585 എന്ന് പറയുന്ന മോഡലും. അത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂപ്ലെക്സ് റേഞ്ചിലോട്ട് പോകുമ്പോൾ 675, അതേപോലെ ADF മോഡലിലേക്ക് പോകുമ്പോൾ 750 790 എന്ന് പറയുന്ന മോഡൽസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഓൾ ഇൻ വൺ ആണ്. ഓൾ ഇൻ വൺ അതായത് പ്രിൻറ്റ് സ്കാൻ കോപ്പി സീരീസിൽ വരുന്ന നോൺ വൈഫൈ അതേപോലെ തന്നെ നമുക്ക് 2 ഇയർ വാറണ്ടിയുള്ള പ്രോഡക്ട്സും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാം റേഞ്ചിലും, അതായത് സ്മാർട്ട് ടാങ്കിൽ തന്നെ എല്ലാ ഏരിയാസിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ തരാനും നമ്മുടെ ടീമും നമ്മളെല്ലാവരും ഉണ്ടാവും കൂടെ. അപ്പോൾ ഈ പറയുന്ന റേഞ്ചസ് ആണ് നമ്മുടെ സ്മാർട്ട് ടാങ്ക് റേഞ്ചസിൽ വരുന്നത്. അതായത് 585 ആണ് നമ്മുടെ വൈഫൈ മോഡൽ, പിന്നെ 580 എന്ന് പറയുന്ന 2 ഇയർ വാറണ്ടി വരുന്ന പ്രോഡക്റ്റുമാണ്. പിന്നെ ADFും കാര്യങ്ങളുള്ള മോഡൽസാണ് 790 വരെയുള്ള സീരീസിൽ ഓരോന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഏരിയയും കൂടെ നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടാണ് M30 അതായത് 303 323 എന്ന് പറയുന്ന സീരീസ് ആയിട്ടുള്ള പുതിയൊരു മോഡൽ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് സ്പീഡ് വന്നിട്ട് 30 PPM സിംപ്ലെക്സ് സ്പീഡും 15 PPM ആണ് ഡ്യൂപ്ലെക്സ് സ്പീഡും വരുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്നതിൽ പോലെ തന്നെ നമ്മളതിൻ്റെ മോഡലും അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഇതിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് 2 ട്രേ വരുന്നുണ്ട്. ഒന്ന് 250 പേജിൻ്റെ നോർമൽ ട്രേയും പിന്നെ പ്രയോറിറ്റി ട്രേയിലാണ് നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇത് 181A എന്ന് പറയുന്ന ടോണറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ നമ്മളിപ്പോൾ 12A പോലെയുള്ള ടോണറിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു ടോണറാണ് 181A ടോണർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ വന്നിട്ട് 30,000 ആണ് ഡ്യൂട്ടി സൈക്കിൾ വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മൾട്ടി ഫംഗ്ഷൻ അല്ലാതെ സിംഗിൾ ഫംഗ്ഷനാണ് 303 സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മൾട്ടി ഫംഗ്ഷൻ സീരീസിൽ വരുന്ന 323 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മോഡൽസാണ് ഇപ്പോൾ ആദ്യമായിട്ട് HP ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ലേസർ സീരീസിൽ വരുന്ന പ്രോഡക്റ്റുകളും. അപ്പോൾ ഇതോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവരും കൈയടിക്കും. അവസാനം 2005 മുതൽ ഈ സംഘടനയുടെ കൂടെ ഉണ്ട്. യൂണിറ്റ് കോർഡിനേറ്ററായി ജോയിൻറ്റ് കോർഡിനേറ്ററായി ജോയിൻ ചെയ്ത് യൂണിറ്റ് കോർഡിനേറ്ററായും സ്റ്റേറ്റിൻ്റെ പല പദവികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്ന ഒരു പോസ്റ്റിലേക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു 2 കൊല്ലം മുന്നേ എത്തിയത്.
അസോസിയേഷൻ്റെ വളർച്ച കണ്ടിട്ട് തന്നെയാണ് അതിൻ്റെ കൂടെ ആ ഒരു പോസ്റ്റിലേക്ക് വന്നത്. കാരണം നയിക്കാൻ നല്ലൊരു ലീഡർ ഉണ്ടായിരുന്നു. ശ്രീ ഹരീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ മെയിൽ വന്ന കമ്മിറ്റിയിൽ ജോയിൻ ചെയ്ത ശേഷം വളരെയധികം സമയം അസോസിയേഷന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുണ്ട്. സാധാരണ ഒരു മെമ്പർ കാണുന്ന പോലെ ഉള്ളൊരു സമയ ചിലവല്ല ഒരു അസോസിയേഷനിൽ വർക്ക് ചെയ്യുമ്പം. പക്ഷേ മാറിപ്പോയെന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ വേറൊരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ അത് തിരിച്ചു പിടിച്ച് വളരെ ശക്തിയായി തിരിച്ചു പിടിച്ച് 40ഓളം മെമ്പർമാരെ ചേർത്ത് ഇനി ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഡ്രൈവും കൂടി നടത്തിക്കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ അസോസിയേഷൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി റീസെൻ്റ്ലി IT ഷോപ്പി എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് KTD എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ഒരു പരിധി വരെ സർവീസിൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ള അസോസിയേഷന് പല ബ്രാൻഡുകളും റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടും നമ്മളൊരു IT ഷോപ്പി എന്നൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ലീഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു നല്ലൊരു യൂണിറ്റി എല്ലാ രീതിയിലും ഉണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ സംസാരിക്കുന്ന പോലെയല്ല. എല്ലാവരും എനിക്കൊരു 99% എനിക്ക് പരിചയമുള്ള എൻ്റെ ജില്ലക്കാരാണ് എല്ലാവരും. സോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തോഷി സാർ, നമ്മളുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് സാർ, മറ്റ് സ്റ്റേറ്റ് ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിഡന്റുമാരെ, നമസ്കാരം. നമുക്ക് എല്ലാ സമയത്തും അക്കൗണ്ട്സ് ആയി നമുക്ക് വളരെയധികം സപ്പോർട്ടുള്ളൊരു ജില്ലയാണ് നമുക്ക് സുഭാഷ് സാറിൻ്റെ ഇതിൽ നമുക്ക് നടന്നു വന്നുകൊണ്ടിരുന്നത്. തുടർന്നും അടുത്ത കമ്മിറ്റിക്ക് അതുപോലെ നിങ്ങളുടെ സഹകരണം ശക്തമായി പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളുടെ അസോസിയേഷൻ്റെ ഹൃദയഭാഗമാണ് എറണാകുളം. എന്തെന്നാൽ നമ്മളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. മാത്രമല്ല കേരളത്തിൻ്റെ IT ഹബ്ബാണ് എറണാകുളം. അപ്പോൾ നിങ്ങൾ ഓരോ മെമ്പർമാരും ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ സംഘടനയെ വേറൊരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ സംഘടനയോടൊപ്പം ശക്തമായി തുടരണമെന്ന്, നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മളുടെ അസോസിയേഷൻ്റെ നേതൃഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Abdul. Yes. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹരീഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് തോഷി P. മാത്യു, എറണാകുളം ജില്ലയിലെ നേതാക്കന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സംസാരിച്ചപ്പോൾ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ഉച്ചത്തിലാണ് സംസാരിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ വലിയ ഉച്ചത്തിലാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും സൊസൈറ്റി അതേ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 23 നമ്മുടെ ഇലക്ഷൻ നടന്നപ്പോൾ എനിക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു. കാര്യം വൻ ഭൂരിപക്ഷത്തിലാണ് നമ്മളത് നേടിയെടുത്തത്. അത് എറണാകുളം ജില്ല മുതൽ കേരളത്തിലാകമാനമുള്ള ജില്ലകളുടെ ഏകോപനവും പ്രവർത്തനവും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനവുമായിരുന്നു. സൊസൈറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാര്യം എറണാകുളം ജില്ലയുടെ ശ്രീ വൈസ് പ്രസിഡൻറ്റ് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന 10 ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒരുമയോടുകൂടി, വളരെ ഒത്തൊരുമയോടുകൂടി സൊസൈറ്റിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുമെന്ന് ഞാനിവിടെ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങൾ 10 പേരും കൂടെ ചേർന്ന് ചിലപ്പോൾ ചെറിയ മാജിക്കുകൾ കാണിച്ചെന്നിരിക്കും. അതിന് എല്ലാവിധ സപ്പോർട്ടും ഈ IT നഗരിയുടെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു, അത് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പോലും സൊസൈറ്റിയുടെ മീറ്റിംഗ് ഈ ഹോട്ടലിൻ്റെ ബോർഡ് റൂമിൽ നടക്കുകയുണ്ടായി. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എറണാകുളം ജില്ലാ പ്രസിഡന്റിനോടും
അതുപോലെ ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റിനോടുള്ള എല്ലാ സന്തോഷവും ഈ പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫസ്റ്റ് തന്നെ ഒരു താങ്ക് യു ആണ് പറയാനുള്ളത്. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട തോഷി സർ, ഹരീഷ് സർ, മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളെ, മെമ്പേഴ്സ്, ഒരുപാട് പേരെ അറിയുന്നതാണ്, ഒരുപാട് പേരുമായിട്ടുള്ള പരിചയം പുതുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഹരീഷ് സാറിനെയും അബ്ദു സാറിനെയും അറിയാം ഫൈറ്റയിലെ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ AKTDക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ആ ഒരു പവർ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സൊസൈറ്റീനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ വലിയ പവറിലാണ് നമ്മളവിടെ സംസാരിക്കാറ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഏക അസോസിയേഷനുള്ള മെമ്പറാണ് നമ്മൾ ഫൈറ്റയിൽ. ബാക്കി എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും അസോസിയേഷനാണ്. അതിൻ്റെ കോൺഫെഡറേഷനായിട്ട് വന്നതിന് ശേഷമാണ് ഒരു GB മെമ്പർ അവിടേക്ക് എത്തുന്നത്. 25 സംസ്ഥാനങ്ങളുണ്ടെങ്കിലും അതിനകത്ത് ആകെ 18 GB മെമ്പേഴ്സേ ഉള്ളൂ. കാരണം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്കും മറ്റ് പല ചെറിയ സ്റ്റേറ്റുകൾക്കും കൂടിയിട്ട് ആകെ ഒരു മെമ്പർഷിപ്പേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം AKTDA എന്ന എൻ്റെ മാതൃസംഘടനയുടെ ഇപ്പോഴത്തെ ഈ തികഞ്ഞ ആത്മാർത്ഥതയോടെയുള്ളൊരു നേതൃത്വവും അതിനോടൊപ്പം നിൽക്കുന്ന അണികളുമാണ്. കാരണം തുടങ്ങിയത് ഇവിടെ നിന്നാണ്, നിൽക്കുന്നത് അവിടെയാണെങ്കിലും. സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ AKTDA സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് എങ്കിലും ശക്തമായി അവിടെ നിലനിൽക്കാൻ പറ്റുന്നത് ഉറച്ച ഒരു ബേസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഏകദേശം 2-3 വർഷം മുമ്പ് ഇവിടെ നടന്ന ഒരു ഗേറ്റ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഗേറ്റ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നത്. ഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഓൾ ഓവർ വേൾഡിലെ എക്സിബിഷൻസും പുതിയ പ്രോഗ്രാംസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. ഈ വർഷവും നടക്കുന്നുണ്ട്, ചെന്നൈയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് 20-ലധികം മെമ്പേഴ്സ് പങ്കെടുത്തൊരു ഗേറ്റ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. പലരും അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഹമ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. കഴിഞ്ഞ വർഷമാണ് അവർ ഗേറ്റ്സിലൂടെയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഒരുപാട് മുകളിലോട്ടാണ് നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി ചേർത്തുകൊണ്ട് പാൻ ഇന്ത്യ ലെവലിൽ വേണ്ട എല്ലാ സഹായങ്ങളും AKTDക്ക് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എങ്കിലും ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഇന്ന് ഫൈറ്റ എന്ന് പറഞ്ഞ സംഘടനയുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്പർ 2 എന്ന് പറയുന്നത് AKTDയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ലിജു എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് AKTDയുടെ ശക്തിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനിയും ഉയരങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. നേരത്തെ സിനേഷ് പറഞ്ഞ പോലെ ഞാനോ നിങ്ങളോ അല്ല, നമ്മൾക്ക് ഒത്തൊരുമിച്ച് ഈ സംഘടനയെയും ഈ വ്യവസായത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജയ് AKTDA. ഈ ഹോളിലുള്ള ആൾക്ക് സമ്മാനം കിട്ടുകയുള്ളൂ. ഓരോ ഗിഫ്റ്റ് കൂടിയുണ്ട് ലാസ്റ്റ്. ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് ആര്യ. ഞാൻ IT ഡീലേഴ്സിൻ്റെ ഒരു മെമ്പർ കൂടിയാണ്. ഞാൻ 2018-ലാണ്, മാരേജിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം വരുമ്പോഴത്തേക്ക് ഞാൻ രജിസ്ട്രേഷനിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗോൾഡ് സ്പോൺസർ ആവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡാറ്റ റിക്കവറിയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഫോറൻസിക് ലാബുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സീനിയർ എഞ്ചിനീയറായ കാർത്തിക് പറയുന്നതാണ്.
thank you, Arya, and All India, All Kerala IT Dealers Association for giving this wonderful opportunity. So I here present Techie Hybrid. So what services we offer? Techie Hybrid basically operates under 3 verticals: data recovery, digital forensics, and cyber security solutions. Now we'll start with understanding what is data recovery. Now data recovery, we will retrieve data from the damaged drives. Now when I say damaged drives, what it is? It could be hard disk drive, it could be SSD, it could be some micro SD card or maybe SD card. You have some cameras or maybe video recorders here. The same SD cards maybe get damaged in this camera, maybe get formatted or maybe wiped out. So what we will do, we'll just take these damaged drives and we'll assess the situation of the drive. Now how critically they got damaged, what type of a damage it is. Either it is a logically corrupted or maybe the firmware is corrupted or may physically damaged. Now when I say logically corrupted, it could be someone deleted the data, someone maybe formatted the data. So we will retrieve this data, and if it is beyond the logical case, it will become a firmware. Now what is meant by firmware? Every computer has an operating system, right? Isn't right? The same way hard disk drives or maybe SSD drives. മൊമെന്റ് കൊടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഞങ്ങളുടെ ഡയറക്ടർ ആര്യ ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. So the first goes to Subhash sir from STS Tech. Subhash sir, thank you Rajesh sir for your wholehearted support. ഹൈബ്രിഡിനെ സമീപിച്ചാൽ മതി. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ടു സാജു. ശ്രീ അമൻ ജിജോ പാലാട്ടി സ്റ്റേജിലേക്ക് വരാം. എറണാകുളം ജില്ലയെ നയിച്ച ജില്ലാ എക്സിക്യൂട്ടീവിന് ഓരോരുത്തർക്കും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട അടുത്ത 2025-27 കാലവർഷത്തേക്കുള്ള എറണാകുളം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന മുഹൂർത്തമാണ്. ഓൾ കേരള IT ഡീലേഴ്സ് അസോസിയേഷന്റെ ബൈലോ പ്രകാരം നമ്മൾ ജില്ലാ പ്രസിഡന്റിനെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ജില്ലാ പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ്. ഇന്നിവിടെ നമ്മുടെ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് PRO ശ്രീ സുരേഷ്, നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രവികൃഷ്ണൻ, അസൈൻഡ് സോൺ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് മുസ്തഫ എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. രണ്ടായിരത്തി 2025-2027 വർഷത്തെ AKTD എറണാകുളം ജില്ലയെ നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യമായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്നും ഒരു പേര് നിർദ്ദേശിക്കാവുന്നതാണ്. ഏറ്റവും അവസാനം നമ്മൾ കൂടിയ ജില്ലാ എക്സിക്യൂട്ടീവ് നമ്മുടെ നെക്സ്റ്റ് 2 വർഷത്തേക്കുള്ള ജില്ലാ പ്രസിഡൻ്റായിട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നോമിനേഷൻ ശ്രീ AC ആൻ്റണി സാറിനെയാണ്. MA ആൻ്റണി സാറിനെയാണ്. അപ്പോൾ അതാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രൊപ്പോസൽ. പേരെന്താണ്? സ്ഥാപനത്തിന്റെ പേരെന്താണ്? ഗ്ലോറിയ എറണാകുളം. ഇനിയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കാൻ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കൈയടിച്ച് ശ്രീ MA ആന്റണിയെ അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാവുന്നതാണ്. ശ്രീ MA ആന്റണിയെ ഏകകണ്ഠമായി 2025-26 വർഷത്തെ 27 വർഷത്തെ എറണാകുളം ജില്ലയെ നയിക്കുന്നതിനുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുത്തത് മൂലം നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു.
എല്ലാവിധ ആശംസയും ശ്രീ MA ആന്റണിക്ക് നൽകിക്കൊണ്ട് ഈ ഇലക്ഷൻ നടപടിക്രമങ്ങൾ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അടുത്തതായി ആക്സെപ്റ്റൻസ് സ്റ്റേഷനായി പുതുതായി ഇലക്ട് ചെയ്ത പ്രസിഡന്റ് ഞാൻ MA ആന്റണി 62 MA ആന്റണി 62 വയസ്സ്, കച്ചേരിപ്പടി യൂണിറ്റ്, നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവ്. ഓൾ കേരള IT ഡീലേഴ്സ് അസോസിയേഷൻ ഇന്നു മുതൽ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി ആൻഡ് സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ നമ്പർ പ്രകാരം 1955 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഈ സംഘടനയുടെ നിയമാവലിയിൽ അനുശാസിക്കുന്ന വിധം സംഘടനാ കാര്യങ്ങൾ ആത്മാർത്ഥമായും സത്യസന്ധമായും സംഘടനയ്ക്ക് ദോഷം വരാതെയും എന്നാൽ കഴിയുന്ന മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ദൈവം സാക്ഷിയായി സത്യം ചെയ്യുന്നു. കൂടാതെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെയോ അവയുടെ പോഷക സംഘടനകളുടെയോ അത്തരം സംഘടനകൾ രൂപം നൽകിയിട്ടുള്ള മറ്റു പ്രസ്ഥാനങ്ങളുടെയോ IT ഡീലേഴ്സ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്യാതെ മറ്റേതെങ്കിലും IT വ്യാപാര സംഘടനകളുടെയോ ഔദ്യോഗിക ഭാരവാഹി ഭരണസമിതി അംഗമോ അല്ലെന്ന് ഇതിനാൽ സത്യപ്രതിജ്ഞ കൊള്ളുന്നു. MA ആന്റണി. താങ്ക് യു. നമ്മുടെ എറണാകുളം ജില്ലയുടെ 2025-27 കാലഘട്ടത്തിലുള്ള ജില്ലാ പ്രസിഡന്റായി വളരെ പ്രിയപ്പെട്ട ശ്രീ ആന്റണി സാറിനെ ഔദ്യോഗികമായി ഞാൻ നിയമിച്ചു. താങ്ക് യു ഫ്രണ്ട്സ്. വളരെ അധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും സഹകരണവും ഒരു ഉത്തേജനമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതും മേലിൽ തുടർന്ന് പോവുകയാണെങ്കിൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് എല്ലാ മെമ്പേഴ്സിൻ്റെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഔട്ട്സ്കേർട്സിൽ കുറേ, ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് മറ്റു ജില്ലകളിലല്ല, ഇപ്പോൾ കോതമംഗലം, പറവൂർ, അങ്കമാലി എന്നൊക്കെ പറയുമ്പോൾ കുറേ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രവർത്തകർ കൂടുതൽ ഇതിനകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു സ്വമേധയാ. അപ്പം അവർ ആ കോർഡിനേറ്റർ, ജോയിൻറ്റ് കോർഡിനേറ്റർ ലെവൽ, ഇപ്പോൾ ഹരീഷ് സാർ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് നേതൃത്വത്തിലേക്ക് വരാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സംഘടനയുടെ ശക്തി കൂട്ടുന്നത്, കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതിനൊക്കെ അവർക്ക് സാധിക്കും. കാരണം അവിടെയൊക്കെ കൂടുതൽ പേരുണ്ടാകും. ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അവരെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോർഡിനേറ്ററായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുള്ളവർ, പുതിയ ആൾക്കാർ വരണം. എപ്പോഴും പഴയ മുഖങ്ങൾ തന്നെ ഇതിനകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആ താല്പര്യമുള്ളവർ സ്വമേധയാ എന്നുമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ 2 വർഷത്തേക്ക് ഞാൻ എൻ്റെ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്ന സെക്രട്ടറിയും ട്രഷററെയും ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സെക്രട്ടറി നവാസ് ടി ബക്കർ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വേദിയിലേക്ക് വന്നാൽ കൊള്ളാമായിരുന്നു. നവാസ് പോയോ? സുഭാഷിന് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് അടുത്ത 2 വർഷത്തേക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. സുഭാഷയുടെ നമസ്കാരം. ഞാനിപ്പോൾ TVSൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഞാൻ TVSൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ട്. സെൻട്രൽ കേരളയായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നോർത്ത് കേരളയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ലൈനപ്പ് മാത്രമേ തരുന്നുള്ളൂ. കാരണം ഫുൾ ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് ഒത്തിരി ടൈം ഇല്ലാത്തതുകൊണ്ട്
ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ലൈനപ്പ് മാത്രം ടി വി എസിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കുറച്ച് റഗ്ഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ടച്ച് സ്ക്രീനൊക്കെ വരുന്നതുകൊണ്ട് ഉള്ളൊരു വ്യത്യാസം മാത്രമേ നമുക്ക് നോർമൽ പി സിന്ന് വ്യത്യാസമുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എന്താണ് ടച്ച് പോസ്, അതിനകത്ത് കുറേ പ്രശ്നങ്ങളാണ്, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഡീലേഴ്സ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഇത് എല്ലാവരും കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ചെയ്യാനായിട്ട് Everybody, so I am Ganesh. I am the regional sales head for Hama. So I'll start with a video, small video, to say what is Hama about. We celebrate 100 years of Hama. We celebrate our shared future. So I think the video is quite self-explanatory. So Hama is basically a German brand, and it was established in the year 1923. It is a 100-year-old brand. In fact, to be precise, 102-year-old brand. Now the question will come, what they did 100 years back. They started as a photo accessory brand. So they were doing this photo accessories. From that, they went on to become one of the most iconic brand and one of the most top-selling brand in Europe. To be precise, they are the #1 brand in Germany and amongst the top 5 brands in Europe. So I'll like to just share across some other things, okay, about the, I think it's not moving, quite possibly. One second. Quality. Our products undergo around 3 stages of rigorous product testing. 3 stages of quality control testing it undergoes through, and that is from the prototype to the finished goods. So, and emphasis on the good quality products providing is on top of the mind. In India, we all want to know how we are wanting to position Hama as a brand in India. Hama is positioned as a mid to premium brand. So we are not a lower end brand and will not be a very higher end brand. We are positioning as a mid to premium brand. And secondly, we are aside Hama, we are also having other sub-brands within our product portfolio. Our gaming accessories come under the name of Urage. We have video cables which come under the name of Avanity. We are also having kitchen accessories. Those products we are not launched in India by the name of Zavex. Z-A-V-A-X, Zavex. Then we are also having premium casing, black rock and white diamonds. Then there are also premium school kids accessories by the name of Cocozoa. So the host of brands. So we will be launching many products in India, studying the market and studying the access viability, and we'll be getting in. Most importantly, to remember about our product is, on all our products we are giving 5-year warranty. Cables, patch cords and other things. So this is so thanks for this opportunity, and this is the first time we are participating here, and so we are looking forward to growing business of Hama in Kerala. So with all your support, thank you. മറ്റ് സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് സെലക്ട് ചെയ്തിരിക്കുന്ന M.A. അനിൽ സാർ നമ്മുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് അംഗമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം 1988 മുതൽ കമ്പ്യൂട്ടർ ഫീൽഡ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കമ്പ്യൂട്ടർ യുഗം കാണുന്നതിന് മുമ്പേ പുള്ളി കമ്പ്യൂട്ടർ ഫീൽഡ് വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ആശംസയും എല്ലാവരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അവസരം അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ രാജകുമാരൻ നമ്മുടെ പ്രിയപ്പെട്ട M.A. ആൻ്റണിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷം എറണാകുളം ജില്ലയെ നന്നായിട്ട് നയിച്ച AK-18 സംഘടനയുടെ സ്ഥാപക നേതാവും എൻ്റെ പ്രിയ സുഹൃത്തുമായ ടോഷിയോടും അവരുടെ ടീമുകളിലെല്ലാം എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഓണത്തിന് സ്റ്റേറ്റ് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം
നമ്മളെല്ലാ വെണ്ടേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അതായത് പ്രൈസ് കുറച്ച് കാണിച്ചുകൊണ്ട് ഒരു പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് വരും. ജില്ലാ പ്രസിഡന്റ് ടോഷി മാത്യു, ശ്രീയക് സാറ്, മഹേഷ്, ദിലീപ്, അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സഹകരണത്തോടുകൂടി നമ്മളെല്ലാ വെണ്ടേഴ്സിനോടും ഒരുപാട് പേരെ അവരുടെ ഓഫീസിൽ പോയി കാണുകയും കുറച്ച് പേരെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഓണത്തിന് പ്രൈസ് എന്നുള്ളൊരു സംഭവം ഒരു ഡിസ്ട്രിബ്യൂട്ടറും അല്ലെങ്കിൽ ഒരു പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു AKTയുടെ ഒരു വിജയമായിട്ട് കടന്നു. ജയ് AKTയുടെ. താങ്ക് യു വെരി മച്ച്. വിളിക്കുന്ന ആൾ പെട്ടെന്ന് വരണം സ്റ്റേജിലേക്ക്. ആക്യുറേറ്റ് അമ്മയുടെ ഓപ്പോസിസ്റ്റാണ് എല്ലാവരും നല്ല കൈ കൊടുക്കണം. എൻ്റെ പേര് ജോബിൾ സെബാസ്റ്റ്യൻ ഫ്രം ലൂമിനസ് പവർ ടെക്നോളജീസ്, ബ്രാഞ്ച് മാനേജർ, കേരള. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ പ്രസൻറ്റേഷൻ ഒന്ന് മറ്റൊരു രീതിയിലേക്ക് റൂട്ട് ചെയ്യുവാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ, ബാറ്ററി, സോളാർ, ഇതിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാ ബിസിനസ്സിനും ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ട്. നിങ്ങളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് IT ബിസിനസ് പീപ്പിൾസ് ആണ്. നിങ്ങൾ IT ബിസിനസ് ചെയ്യാൻ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സംഘടന തുടങ്ങിയിട്ട് 19 വർഷമായി ഞാൻ മനസ്സിലാക്കിയതോളം. അതായത് 2006 തുടങ്ങി. 2005 മുതൽ 2015 വരെ നിങ്ങളുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അല്ലേ? പ്രോഫിറ്റ് മേക്ക് ചെയ്തു. അതേപോലെ ഒരു പ്രൊഡക്റ്റാണ് ലൂമിനസിൻ്റെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കാം, അപ്കമിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. അതൊറ്റ സാധനമാണ്, റിന്യൂവബിൾ എനർജി. അതിൽ ഇന്ത്യയിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ലൂമിനസ്. അപ്പം അതിനകത്ത് ഫുൾ റേഞ്ച് 500 VA മുതൽ 250 kVA വരെ വരുന്ന ഇൻവെർട്ടേഴ്സ്, 40 AH മുതൽ 300 AH വരെ വരുന്ന ബാറ്ററീസ്, അതുപോലെ തന്നെ 170 മുതൽ 590 വരെ വരുന്ന പാനൽസ്, പിന്നെ ഇൻവെർട്ടേഴ്സ് 1 കിലോവാട്ട് മുതൽ 350 കിലോവാട്ട് വരെ വരുന്ന ഇൻവെർട്ടേഴ്സ്. ഇത്തരം പ്രൊഡക്ട്സ് ഈ ഇൻഡസ്ട്രിയിലുള്ളൂ, ഏത് കമ്പനി എടുത്താലും. അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ BI സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻഫോസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിൽ HKV പ്രൊഡക്ട്സ് നമുക്ക് സപ്ലൈ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണത്. സോ ഇത് മൂവ് ചെയ്യുന്നില്ലല്ലോ, സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഹലോ. 95% ആൾക്കാർക്ക് അവയർനെസ് ഉള്ളൊരു ബ്രാൻഡാണ്. അതായത് 100 കസ്റ്റമർ നിങ്ങളുടെ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ അതിൽ 95% ആൾക്കാർ, 95 പേർക്ക് ബ്രാൻഡിനെ കുറിച്ച് അറിയാം. 32% ഹയസ്റ്റ് പ്രിഫറൻസ് ഉള്ള ബ്രാൻഡാണ്, സൂപ്പർ ബ്രാൻഡാണ്. അത് നമ്മൾ കഴിഞ്ഞ 2012 മുതൽ ഈ ഇൻഡസ്ട്രിയിൽ സൂപ്പർ ബ്രാൻഡാണ്. ഇപ്പം IT-യിൽ എടുത്തു കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകൾ സൂപ്പർ ബ്രാൻഡായിരിക്കും. കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, ലാപ്ടോപ്സ് ഉണ്ടാവും. പക്ഷെ അതുപോലെ ഈ ഇൻവെർട്ടർ ബാറ്ററി സെഗ്മെൻറ്റിൽ നമ്മളാണ് സൂപ്പർ ബ്രാൻഡ്. 2012 മുതൽ 41 കൺട്രീസിൽ പ്രസൻസ് ഉണ്ട്. 9 എല്ലാ പ്രൊഡക്ട്സും ഓൺ മാനുഫാക്ചറിംഗ് ആണ്. 300-ലധികം സർവീസ് സെൻ്ററുകൾ അവൈലബിൾ ആണ് പാൻ ഇന്ത്യ. കേരളത്തിൽ 60ഓളം സർവീസ് എഞ്ചിനീയേഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 24 hours നമ്മൾ സർവീസ് കൊടുക്കും. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ സോൾവ് ചെയ്യും. ദെൻ ഇത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട്നേഴ്സിന് ഗുണമുള്ള, ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീലേഴ്സിന് ഗുണം ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഉള്ളൂ. അതിൽ വൺ ഓഫ് ദ മെമ്പറാണ് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പൻസ്. സോ താങ്ക് യു ഫോർ ഗിവിംഗ് ദി ഓപ്പർച്യൂണിറ്റി. എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ ഓൾ കേരള ക്യാനോണിൻ്റെ പ്രിൻ്റർ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നു. ഈ സാറി പറഞ്ഞ കണക്ക് മൈക്കുമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരു സമയം മാത്രമാണ് സാർ തന്നേക്കുന്നത്. പ്രസൻറ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്യാനോണിൻ്റെ ബിസിനസ് സംബന്ധിച്ച് ഒരു 28ാമത്തെ കൊല്ലമാണ് ക്യാനോൺ ഇന്ത്യയിലെ ബിസിനസ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഇങ്ക് ടാങ്ക് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10ാമത്തെ വർഷമാണ്. അപ്പോൾ മെഗാ ടാങ്കിൻ്റെ ഒരു ക്യാമ്പയിനും കൂടെയാണ് ഇപ്പോൾ ഈ ഇയർ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ പോലെയുള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് കമ്പനി ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. കമ്പനിയുടെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ AGM 2025 ഒരു പാർട്ടാകാനുള്ള അവസരം തന്നതിന് അസോസിയേഷനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
of land that offered international quality laptop batteries and adapters with a 3A mantra of affordability, availability and after-sales support. RAM, SSDs, desktop SLPS and toner cartridges. ഗുഡ് ഈവനിങ്. ഞാൻ ബിജു താന്നിക്കൽ, ഹെനോക്ക് ഡിസ്ട്രിബ്യൂഷനെ ആണ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ പേര്. 2023 ഹെനോക്ക് ആരംഭിച്ചത്. 4 വർഷത്തിനകത്ത് പ്രൊഡക്റ്റ് ലൈൻ വരുന്നത് ബ്രദർ പ്രിൻ്ററാണ്. അതിൽ ഇങ്ക് ടാങ്ക്, ലേസർ പ്രിൻ്റർ, A3 പ്രിൻ്റർ, ഡെസ്ക്ടോപ്പ്, സ്കാനർ അങ്ങനെയാണ് വരുന്നത്. പിന്നെ കൺസ്യൂമേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇക്വേഷൻ സ്റ്റോറേജ് സൊല്യൂഷനാണ്. അതിൻ്റെ DRAM, SSD, മെമ്മറി, ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രൊഡക്റ്റ് ലൈൻ. നെക്സ്റ്റ് മാസ്റ്റിലാണ് CCTV ക്യാമറ, POI സ്വിച്ചസ്, റൗട്ടേഴ്സ്, ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രൊഡക്റ്റ് ലൈൻ. വൈഫൈ ക്യാമറ, IP ക്യാമറ, സോളാർ ക്യാമറയുണ്ട്, POI സ്വിച്ചസ് ഉണ്ട്, റൗട്ടേഴ്സ് ഉണ്ട്. ഇതാണ് മാസ്റ്ററിനകത്ത് വരുന്ന പ്രൊഡക്റ്റ് ലൈൻ. നെക്സ്റ്റ് നമുക്കുള്ളത് റാക്ക്മാൻ എന്നുള്ള പാച്ച് പാനൽസ്. തുറന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഇവിടെ കൂടിയ എറണാകുളം ജില്ലയുടെ എല്ലാ പ്രവർത്തകർക്കും മറ്റ് ജില്ലകളിൽ നിന്നുള്ള മറ്റ് ജില്ലാ ഭാരവാഹികൾക്കും ഇവിടെ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആന്റണി സാറിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ PSTക്കും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തോഷി സാറിൻ്റെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയ ശ്രീ തോഷി സാറിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. AKTDയുടെ രൂപീകരണ കാലം മുതൽ AKTDയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. ഈ ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസയും അറിയിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ സീനിയർ നേതാവും ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ബഹുമാന്യ ശ്രീ തോഷി P. മാത്യുവിൻ്റെ ടീമിനും പുതുതായി തിരഞ്ഞെടുത്ത ശ്രീ ആന്റണി സാറിൻ്റെ ടീമിനും എല്ലാവിധ ആശംസയും അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഊർജ്ജസ്വലതയോടെ സംഘടനയെ നയിക്കുന്നതിനും അവിടെ ജീവിത പാതയിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. നമസ്കാരം. എറണാകുളം ജില്ലയുടെ പഴയ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് തോഷി P. മാത്യു ടീമിനും പുതിയ ഭാരവാഹിയെ തിരഞ്ഞെടുത്ത ആന്റണി സാർ 62 വയസ്സെന്ന് പറഞ്ഞത് പ്രായം ഒരു വിഷയമല്ല, പ്രവർത്തനങ്ങളിലാണ് കാര്യം. അപ്പോൾ ആന്റണി സാറിനും ടീമിനും എല്ലാവിധ ആശംസ അറിയിക്കുന്നു. ജയ് AKTD. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളം JBയിൽ പങ്കെടുക്കുന്നത്. സത്യത്തിൽ ഇവിടെ നിന്നാലാണ് നമ്മുടെ സദസ്സിലുള്ള ക്രൗഡ് എത്രയാണെന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി വളരെ ഭംഗിയോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്ത നമ്മുടെ പഴയ തോഷി സാർ ഉൾപ്പെടുന്ന ടീം എറണാകുളത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പുതിയതായിട്ട് എറണാകുളം പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ആന്റണി സാറിനും ടീമിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം. എന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിനോയ് എന്നാണ്. ഞാൻ MSI എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. MSI ഒരു തായ്വാൻ ബേസ്ഡ് കമ്പനിയാണ് വരുന്നത്. അതിൽ ഇന്ത്യയിൽ 2 വിഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരെണ്ണം ലാപ്ടോപ്പ് ഡിവിഷനാണ് വരുന്നത്, പിന്നീട് വരുന്നത് ഡെസ്ക്ടോപ്പ് ഡിവിഷനാണ്. ഈ ഡെസ്ക്ടോപ്പ് ഡിവിഷൻ്റെ കേരള ഡിവിഷനാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് ഡിവിഷനിൽ നമുക്ക് സാധാരണ കേസിൽ എല്ലാവർക്കും അറിയാവുന്നത്
മദർ ബോർഡുകളും ഗ്രാഫിക് കാർഡുകളും മാത്രമാണ്. നമ്മളൊരു ഗെയിമിംഗ് വെണ്ടർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈവൻ ഇന്ന് ഒരാൾ ഏതൊരു പാർട്ണർ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എൻട്രി ലെവൽ മോണിറ്ററുകളും അല്ലെങ്കിൽ SMBSകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരു ഹൈ ബ്രാൻഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ AI-ക്ക് വേണ്ട NVIDIA ഗ്രാഫിക് കാർഡുകളുള്ള അങ്ങനെ ഒരു ഹൈ റെൻഡ് PC ബിൽഡറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എൻട്രി ലെവൽ തൊട്ട് തന്നെ എല്ലാതും വരുന്നുണ്ട്. ഈ ഡെസ്ക്ടോപ്പ് ഡിവിഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി മദർ ബോർഡുകളും ഗ്രാഫിക് കാർഡുകളാണ് മെയിനായിട്ട് വരുന്നതെങ്കിലും മദർ ബോർഡുകളിൽ H310 തൊട്ട് Z890 ഇപ്പോൾ അൾട്രാ സീരീസിനെ സപ്പോർട്ട് ചെയ്യുന്ന Z890 മദർ ബോർഡുകൾ വരെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. AMD സീരീസിലും ഈ പറഞ്ഞ പോലെ X870 സീരീസ് വരെയുള്ള മദർ ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എൻട്രി ലെവലിൽ നമുക്ക് പ്രൈസ് കുറവിൻ്റെ റിക്വയർമെൻറ്റിനാണെങ്കിലും ഹൈ റെൻഡ് ഗെയിമിംഗ് എഡിറ്റിംഗ് പർപ്പസിന് വരുന്ന അല്ലെങ്കിൽ AI പർപ്പസിന് വരുന്ന റിക്വയർമെൻറ്റിനാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഗ്രാഫിക് കാർഡുകളിലാണെങ്കിൽ 710 തൊട്ട് 5090 സീരീസ് വരെയുള്ള NVIDIA ബ്ലാക്ക്വെൽ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന AI ഗ്രാഫിക് കാർഡുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഗ്രാഫിക് കാർഡുകൾ നമ്മൾ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് യു പീപ്പിൾ നിങ്ങളെല്ലാവരും തന്നെ MSIയുടെ ഗ്രാഫിക് കാർഡുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു വട്ടമെങ്കിലും. അപ്പോൾ ഗ്രാഫിക് കാർഡിനെ പറ്റി മൊത്തത്തിൽ മാർക്കറ്റിൽ തന്നെ നല്ലൊരു അഭിപ്രായമാണുള്ളത്. അതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇനിയും നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഇതുകൂടാതെ നമുക്ക് ലിക്വിഡ് കൂളറുകൾ, ക്യാബിനറ്റുകൾ, SMBSകൾ അങ്ങനെയുള്ള വേറൊരു സെഗ്മെൻറ്റ്, ഒരു PC-ക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കോട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു PC കോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എല്ലാ പാർട്ടുകളും MSI തന്നെ സജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ വളരെയധികം സന്തോഷം. നിങ്ങൾ 19ാമത്തെ നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നിങ്ങൾ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. എപ്സൺ എന്നുള്ളൊരു ബ്രാൻഡിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ടോം സാറുണ്ട് ഇവിടെ. ഞാനൊന്ന് വിളിക്കുകയാണ്. ഇതിൽ 2 മിനിറ്റ് നിങ്ങൾക്കൊന്ന് ഫോട്ടോക്കിലെ ടോം സാറിനെ എല്ലാവർക്കും അറിയായിരിക്കും. സാറിനെ ഞാനൊന്ന് വിളിക്കുന്നു കേട്ടോ. പ്രസിഡന്റ് ഹരീഷ് സാർ ആൻഡ് മറ്റു വിശിഷ്ട വ്യക്തികളെ, ഗുഡ് ഈവനിങ് ടു ഓൾ. ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇത്രയും ശക്തമായൊരു സംഘടന ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ എപ്സൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഫോർടെക് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. എൻ്റെ ഒപ്പം തന്നെ കേരളത്തിലെ ഡ്യൂറബിൾ സിസ്റ്റംസും ഗെയിൻ എൻ്റർപ്രൈസസും ഇതേ പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എപ്സന് ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ഒരു കോൺഫിഡൻസും ശക്തമായ ഒരു സംഘടനയും അതിൻ്റെ സഹകരണമാണ്. ഞങ്ങൾ അക്കിഡയോട് എല്ലാ കാലവും അങ്ങേയറ്റം താങ്ക്ഫുള്ളായിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞങ്ങളുടെ ബ്രാൻഡിനെ എല്ലാ കാലവും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അക്കിഡയിലെ ഓരോ മെമ്പേഴ്സും. എന്തൊരാവശ്യം വന്നാലും അക്കിഡയുടെ ഒപ്പം എപ്സണിലെ ഫുൾ ടീമുകളും, ഇന്നിവിടെ 3-4 പേരുണ്ട്, എല്ലാവരും AKITDയുടെ ഒപ്പം ഉണ്ടാവും. AKITDക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. എപ്സന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ് A4 കാറ്റഗറി പ്രൊഡക്ട്സ് അല്ലേ. ഇങ്ക്ജെറ്റിൽ നമ്മൾ കുറേയധികം, നമ്മൾ നമ്പർ 1 ആണ് ഇങ്ക്ജെറ്റിൽ. കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കുറേയധികം മിഷൻസ് നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്റ്റാൾ അവിടെ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കാണാനൊക്കെ പറ്റും. നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട്. അനൂപ് സാറ് എല്ലാവരും ഉണ്ട്. സ്റ്റാഫുകളായിട്ടുള്ള എല്ലാവരും എപ്സൻ്റെ ഉണ്ട്. അതുകൂടാതെ തന്നെ എപ്സന് നിങ്ങൾക്ക് ഇനി മാർക്കറ്റിലുള്ളൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. A3 പ്രൊഡക്ട്സുകൾ, ഒരു 1 lakhs ബിലോ റേഞ്ചിലുള്ള A3 കളർ പ്രൊഡക്ട്സുകൾ. അതായത് A3 മാത്രമല്ല, അതിൻ്റെ അകത്തൊരു ടെക്നോളജി പ്രകാരം A3 മാത്രമല്ല, A3 പ്ലസും നമുക്ക് അതിൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അക്ഷയ സെൻറ്റർ, അങ്ങനെ കുറേയധികം കസ്റ്റമറുണ്ട്. സാധാരണ ഇപ്പോൾ അക്ഷയ സെൻറ്റർ, ജനമിത്രി, അങ്ങനെ കുറേയധികം ഉണ്ട് അല്ലേ, CSC. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചിലപ്പം കൊടുക്കാൻ പറ്റും. ചിലപ്പം ഈ A3 മിഷൻസ്, കളർ മിഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇനി ഫ്യൂച്ചർ ഒരു കളറിലേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. മോണോ സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഇപ്പം കളർ കോപ്പി നമുക്ക് വളരെയധികം എക്കണോമി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് എപ്സൺ. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് ഹോസ്റ്റലിലെ ആളാണ് ശ്രീ അശോക്. നല്ലൊരു കൈകളിലാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്താണ്. ബ്രദറിൻ്റെ സെൻട്രൽ കേരള സ്റ്റാഫാണ്. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ആകെ 2 months ആയിട്ടേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇന്നിവിടെ എലക്ഷൻ വിജയിച്ച ശ്രീ ആൻ്റണി സാറിനും സുഭാഷ് സാറിനും നവാസിനും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. അടുത്തായി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ പോൾസൺ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ AGM സംഘടിപ്പിച്ച ശ്രീ തോഷി എൻ ടീമിന് നല്ലൊരു അഭിനന്ദനം അർപ്പിക്കുകയാണ്. പിന്നീട് ഈ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്ത ശ്രീ ആൻ്റണി ആൻഡ് ടീമിനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയുടെ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുക. താങ്ക് യു. പറ്റും. അതായത് നിങ്ങളിൽ കുറേയേറെ പേർ ഒരുപക്ഷെ ടാലി എവിടെയാണ് വിളിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരെ പോലും ഇന്ന് ഞാൻ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആരാന്നറിയില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ രാധ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ചേഞ്ചിങ് ഫേസിലാണ് ടാലി ആസ് എ കമ്പനി. അപ്പം നിങ്ങളുടെ ഓരോ കസ്റ്റമറും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കസ്റ്റമർ ബേസ് നിങ്ങൾക്കുള്ളിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. അതായത് ഡയറക്റ്റ് ടാലിയുടെ പോർട്ടൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കുറേ അധികം ആൾക്കാർക്ക് ടാലി പോർട്ടലുണ്ട്. അതിൽ തന്നെ നിങ്ങളുടെ കസ്റ്റമർ ബേസ് റെക്കറിങ് ആയിട്ടുള്ള റവന്യൂ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ടീമിൽ 6ഓളം പേരിപ്പോൾ നമുക്ക് IT ഡീലേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ രാധയുടെ ഓഫീസിലുണ്ട്. അപ്പം ഫുൾ ഫ്ലെഷ്ഡ് സപ്പോർട്ട് സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ടീമിനെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിച്ചേരാണ് ശൈലേഷ്. കോട്ടയം, കൊല്ലം, തിരുവനന്തപുരത്തിൻ്റെ സോൺ വൈസ് പ്രസിഡന്റാണ്. താങ്ക് യു. എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മേജറായിട്ട് പറയാനുള്ളത്, സുരാജ് ഇൻഫോകോം ഈ വർഷം 29 ഇയേഴ്സ് കേരളത്തിൽ IT ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമാണ്. അപ്പോൾ ഐ വോണ്ട് ടു താങ്ക് യു ഓൾ. എല്ലാവർക്കും എൻ്റെ ഒരു വളരെ വളരെ വലിയൊരു താങ്ക്സ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഡീലേഴ്സ്, നമ്മുടെ അസോസിയേഷൻ ഫ്രം ഡേ വൺ, ഓൾ അവർ വെൻഡേഴ്സ്, അവരുടെ എല്ലാവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ ഇന്ന് 29 വർഷം IT മേഖലയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. 4 മിനിറ്റ് സമയമേ ഉള്ളൂ. അതുകൊണ്ട് അധികം സ്ലൈഡ്സ് ഞാൻ എടുക്കുന്നില്ല. ഞങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ബ്രാൻഡ്സിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഞാൻ കൊടുക്കാം. ഡീലിംഗ്, ഇതാണ് നമ്മൾ കവർ ചെയ്യണ കാറ്റഗറീസ്. നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ ഡീലിംഗ് ചെയ്യുന്നുണ്ട്. ആൻറ്റിവൈറസ്, സൈബർ സെക്യൂരിറ്റിയിൽ കാസ്പെർസ്കി, ക്വിക്കിലിൻ്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഓഡിയോ വീഡിയോ സൊല്യൂഷൻസ് ഐറാടെക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പെരിഫറൽസിൽ ഡെൽ, പോട്രോണിക്സ്, നെറ്റ്വർക്കിംഗ് റാക്സ് SL, UPS, മൈക്രോടെക്, 7AH ബാറ്ററീസ്, എക്സൈഡ്, റിലീസൽ. അതുകൂടാതെ നമ്മൾ ചെയ്യണ ടെലികോമിൽ ബോട്ടും പോട്രോണിക്സും. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് നിങ്ങൾക്ക് ആക്സസറീസിന് വേണ്ടി. ഇപ്പോൾ നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ മൊബൈലിൻ്റെ ആൾക്കാർ ലാപ്ടോപ്പ് വിൽക്കുന്നു, ലാപ്ടോപ്പിൻ്റെ ആൾക്കാർക്ക് മൊബൈൽ എന്തുകൊണ്ട് വിറ്റുകൂടാ? ശരിയല്ലേ? നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വൈ കാണ്ട് വി ഡൈവേഴ്സിഫൈ? സോ നിങ്ങൾ മൊബൈൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ റിലേറ്റഡ് എല്ലാ ആക്സസറീസും സുരാജിൽ ഓൾറെഡി റെഡിയാണ്. ബോട്ടിൻ്റെ ആയാലും പോട്രോണിക്സിലായാലും ഞങ്ങൾ ഈ എല്ലാ ആക്സസറീസും ഞങ്ങൾ സ്റ്റോളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ നെറ്റ്വർക്കിംഗ്, പെരിഫറൽസ്, ഓഡിയോ വീഡിയോ, CCTV സൊല്യൂഷൻസ്, മൊബൈൽ ആക്സസറീസ് എല്ലാം തന്നെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഡേ 1 മുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 29 വർഷം ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് മുന്നോട്ട് കൂടെ പോകണം. AKITDA നമ്മുടെ ഡീലേഴ്സ് ഗ്രോ ചെയ്താലേ നമ്മുടെ പോലത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസൻറ്റേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ്.
NetAsia Technologies. NetAsia. iZone Systems Chennai. iZone Systems Chennai. Smart Tab Systems. Smart Tab System. Smart Tab Systems. NetAsia. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഇത്രയും നല്ല കളർഫുള്ളായിട്ടൊരു വേദി ഒരുക്കിയ പഴയ നമ്മുടെ മുൻ പ്രസിഡന്റ് തോഷി സാറിന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതുപോലെ പുതിയ ടീമിന് പാലക്കാട് ജില്ലയുടെ ആന്റണി സാർക്കും ടീമിനും പാലക്കാട് ജില്ലയുടെ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ തൃശ്ശൂർ തുടങ്ങിയിട്ട് 3 മാസമായിട്ടുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക്, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത്രയും വളരെ അധികം നിറഞ്ഞൊരു വേദി. അതിന് കഴിഞ്ഞ കാലങ്ങളിൽ തോഷിയും കൂട്ടരും പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇന്നിവിടെ കാണുന്നത്. വരും കാലയളവിൽ എറണാകുളം ജില്ലയെ നയിക്കുന്നത് ആന്റണി സാറും കൂട്ടരാണ്. അവർക്കുള്ള എല്ലാവിധ ആശംസകളും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംഘടന ഇപ്പോൾ വളരെ ശക്തമായ നിലയിലാണ്. അത് ഓരോ ജീവികൾ നടക്കുമ്പോഴും, ഇപ്പം റീസെൻ്റ് നടന്ന നമ്മുടെ കൊല്ലം, അത് കഴിഞ്ഞിപ്പോൾ ഇത് എറണാകുളം, ഒന്നിനൊന്നിനെ ശക്തിയായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പം IT ഷോപ്പി, അവരിപ്പോൾ സൊസൈറ്റി നമ്മളിപ്പം ഏറ്റവും നല്ല ശക്തമായിട്ട് വരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ ഒരു പ്രസിഡൻറ്റിൻ്റെ ശക്തമായ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അത് പറയാതിരിക്കാൻ പറ്റിയല്ല. നമ്മുടെ ഹരീഷ് സാറിനെ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ആഡംബരങ്ങളെല്ലാം നമ്മുടെ ഏതൊരാവശ്യത്തിനും എറണാകുളത്തിന് വിളിക്കുന്ന തോഷി സാറിൻ്റെയാണ്. തോഷി സാറിൻ്റെ ആഡംബരം ഇത്രയും സ്റ്റൈലാണെങ്കിൽ ഇനിയിപ്പം പുതിയതായിട്ട് കയറുന്ന ആൻ്റണി സാറിൻ്റെ ഇനി നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ. തോഷി സാറിനുള്ള എല്ലാ ആശംസകളും അതുപോലെ പുതിയ കമ്മിറ്റിക്ക് കോട്ടയം ജില്ലയുടെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജില്ലയെ വളരെ നല്ല രീതിയിൽ നയിച്ച നമ്മുടെ തോഷി സാറിന് എല്ലാവിധ ഭാവുകങ്ങളും, കൂടാതെ ഈ പുതിയതായി തിരഞ്ഞെടുത്ത ആൻ്റണി സാറിനും ടീം അംഗങ്ങൾക്കും പത്തനംതിട്ട ജില്ലയുടെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് AKTDA. ആദ്യമാണല്ലോ അവസാനമാണെങ്കിലും വിളിച്ചതിൽ വളരെ നന്ദി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ വഴികാട്ടിയും എൻ്റെ കമ്പാനുമായിരുന്ന എൻ്റെ തോഷി സാറിൻ്റെ ഇത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതൊരു സ്റ്റേറ്റ് പ്രോഗ്രാമാണോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമാണെന്ന് പോലും. തോഷി സാറേ, ഇറ്റ് വാസ് ഡൺ വെരി വെൽ. ഐ റിയലി അപ്രീഷിയേറ്റ് യു ആൻഡ് യുവർ ടീം. താങ്ക് യു. അതുപോലെ തന്നെ പുതിയ ആന്റണി സാറിൻ്റെ നേതൃത്വമുള്ള പുതിയ ടീമും ഇതിനേക്കാൾ വളരെ ഉപരി ചെയ്യുമെന്ന് 100% ഉറപ്പുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെയും എൻ്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. താങ്ക് യു. മിറർ കമ്പ്യൂട്ടർ. എല്ലാവരും ഒന്ന് കാടിഞ്ഞാൽ മതി. അല്ല, 5 എണ്ണം ഉണ്ട്.
Excellent. Waves communication. Waves Rajneesh. ഇന്നെടുക്കുക അഞ്ചിടത്ത് മറിച്ചത് എടുത്തോ ഞാൻ പറഞ്ഞോളാം. GCL ഗോപാലകൃഷ്ണൻ. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആ സെയിം തന്നെയാണ്. അല്ലല്ല, അത് കൊടുത്താണ് 2 കാലിട്ടിരുന്നത്. പെർഫെക്റ്റ് ലേബൽസ്. CST പിന്നു. അലീഷ് സാറേ ഒരു ഫോട്ടോ ഞങ്ങളോട് വന്നു. Thank you. Society President Advocate Sri Krishna. അധ്യക്ഷൻ ശ്രീ തോഷി പി മാത്യു, വോട്ട് ഓഫ് താങ്ക്സ് ആണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ. ഒട്ടും തീർപ്പിക്കാതെ എത്രയും പെട്ടെന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു നിർത്താം. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹരീഷ് സാറിന് സംഘടനയുടെ പേരിൽ AKTയുടെ എറണാകുളം ജില്ലയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം തിരക്കിൽ ട്രാവൽ ചെയ്യുന്ന അദ്ദേഹമാണ്. എന്നാലും നമ്മുടെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയെത്തിയ ശ്രീ ഹരീഷ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രവികൃഷ്ണൻ, മറ്റു ജില്ലകളിൽ നിന്ന് വന്ന എല്ലാ ജില്ലാ പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നതിനായി നമ്മളെ സഹായിച്ച HP, ഫിംഗേഴ്സ്, ടെക്കി ബ്രൈറ്റ്, വോക്സ്പി, പെർഫെക്റ്റ് ലേബൽസ് ആൻഡ് സൊല്യൂഷൻസ്, TVSE, ഹമ, ലാബ് കെയർ, കാനൺ, ഹാനോക്ക്, MSI, എപ്സൺ, ബ്രദർ, ആൽവ ബിസിനസ് കോർപ്പറേഷൻ, ടാലി, സുരാജ് ഇൻഫോകോം, ഇൻഫോസോഫ്റ്റ്, സെബ്രോണിക്സ്, EVM/TradeX എന്നിവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വളരെയധികം ആളുകൾ നമ്മളെ ഈ മനോഹരമായ ഇവൻറ്റിന് സഹായിച്ചിട്ടുണ്ട്. റോഡൈറ്റ്, എമർജ്, IT എറിക്, ഫോർടെക്, കോസ്റ്റൽ, ലിയ ജെർസൺ, TradeX സ്പോൺസറാണ്. കേബിൾ ആൻഡ് കണക്ടേഴ്സ്, ജൂപ്പിറ്റർ, രാജ് ഇൻഫോടെക്, സുരാജ്, മഹാവീർ കമ്പ്യൂട്ടർ, ലാപ്ടെക്, ടെക്നോലൈൻ, GKS, ന്യൂറൽ, ശ്രീമുരുക സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ്. ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതുപോലെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് നമ്മളെ സഹായിച്ച ഇവൻറ്റ് കോർഡിനേറ്റർ ശ്രീ പ്രവീൺ, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ടിനു, ശ്രീ മേഴ്സി എസ്റ്റേറ്റിൻ്റെ മാനേജർ ടിനു, എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നന്ദി. ജയ് AKTD.
Bye.